നിന്റെ മുമ്പിൽ ശത്രു നിന്റെ ഓട്ടത്തിന്റെ വേഗതയെ കുറയ്ക്കാൻ, നിന്റെ സന്തോഷത്തെ കുറയ്ക്കാൻ, നിന്റെ നന്മകളെ ഇല്ലാതെയാക്കാൻ വെച്ചിരിക്കുന്ന സകല ബാരിയറുകളെയും പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റി നിന്റെ ട്രാക്കിനെ കർത്താവ് ക്ലിയർ ചെയ്യും. വായിക്കാം എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ഹീബ്രു ചാപ്റ്റർ 12 വേഴ്സസ് 1 to 3. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു, ദൈവസിംഹാസനത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ നിങ്ങൾ ധ്യാനിച്ച് കൊള്ളുവീൻ. ലക്ഷ്യത്തിലേക്ക് ഓടുക. എല്ലാവരും പറഞ്ഞ് ലക്ഷ്യത്തിലേക്ക് ഓടുക, ലക്ഷ്യത്തിലേക്ക് ഓടുക. ക്രിസ്തീയ ജീവിതം ഇരിപ്പല്ല, നടപ്പല്ല, കിടപ്പല്ല, അതൊരു ഓട്ടമാണ്. ക്രിസ്തീയ ജീവിതം ഇരിപ്പല്ല, കിടപ്പല്ല, നടപ്പല്ല, കിതപ്പല്ല, അതൊരു ഓട്ടമാണ്. അപ്പോസ്തലനായ പൗലോസ്ലീഹ ആ ഓട്ടത്തെക്കുറിച്ചാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഇന്നത്തെ ഈ വചന ശുശ്രൂഷയിൽ ദൈവവചനം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിശ്ചയമായും കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും. നിന്റെ മുമ്പിൽ ശത്രു നിന്റെ ഓട്ടത്തിന്റെ വേഗതയെ കുറയ്ക്കാൻ, നിന്റെ സന്തോഷത്തെ കുറയ്ക്കാൻ, നിന്റെ നന്മകളെ ഇല്ലാതെയാക്കാൻ വെച്ചിരിക്കുന്ന സകല ബാരിയറുകളെയും പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റി നിന്റെ ട്രാക്കിനെ കർത്താവ് ക്ലിയർ ചെയ്യും. നിന്റെ ട്രാക്കിനെ ദൈവം ക്ലിയർ ചെയ്യും. യേശുവിന്റെ നാമത്തിൽ നിന്റെ ട്രാക്കിനെ പരിശുദ്ധാത്മാവ് ക്ലിയർ ചെയ്യും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ വീണ്ടും പറയട്ടെ, ക്രിസ്തീയ ജീവിതം ഇരിപ്പല്ല, നടപ്പല്ല, കിടപ്പല്ല, കിതപ്പല്ല, അതൊരു ഓട്ടമാണ്. ഈ ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരു ഓട്ടമാണ്. ജീവിതം ഒരു ഓട്ടമാണ്. ചിലര് വയറ് നിറയ്ക്കാൻ ഓടുന്നു, ചിലര് വയറ് കുറയ്ക്കാൻ ഓടുന്നു. ആരും മിണ്ടുന്നില്ല. ജീവിതം ഒരു ഓട്ടമാണ്. ചിലർ വയറ് നിറയ്ക്കാൻ ഓടുകയാണ്, ചിലർ വയറ് കുറയ്ക്കാൻ ഓടുകയാണ്. അവിടെ ഞാൻ ആളുകളുടെ ഓട്ടമാണ് കാണുന്നത്. എല്ലാത്തിനകത്തും ഞാൻ കാണുന്ന ഒരു റണ്ണിങ് ഉണ്ട്, ഒരു ഓട്ടമുണ്ട്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട്. അപ്പോൾ എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുന്നു, ഒന്ന് നമ്മൾ ഈ ട്രാക്കിലുണ്ട്. വാ കൊണ്ട് പറഞ്ഞ് ഞാൻ ഈ ട്രാക്കിലുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ട്രാക്കിലാണ് നിൽക്കുന്നത്. ഈ ട്രാക്കിലേക്ക് കൊണ്ടുവന്ന എൻ്റെ കർത്താവിന് ഞാൻ നന്ദി പറയുന്നു. നേരത്തെ ഞാൻ ഈ ട്രാക്കിലല്ലായിരുന്നു. ഞാൻ പാപത്തിൻ്റെ ട്രാക്കിലായിരുന്നു, ഞാൻ പാരമ്പര്യത്തിൻ്റെ ട്രാക്കിലായിരുന്നു, ഞാൻ മദ്യപാനത്തിൻ്റെ ട്രാക്കിലായിരുന്നു, ഞാൻ തിന്മയുടെ ട്രാക്കിലായിരുന്നു, ഞാൻ അസന്മാർഗിക ജീവിതത്തിൻ്റെ ട്രാക്കിലായിരുന്നു. എന്നാൽ അവിടെ നിന്ന് സർവശക്തനായ ദൈവം നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും എന്നെഴുതിയിരിക്കുന്നത് പോലെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് എന്നെ അവൻ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു എന്ന ഉറപ്പുള്ള ദൈവമക്കൾ അധരങ്ങൾ തുറന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞേ. ഇപ്പോൾ ഞാൻ ഇരുട്ടിലല്ല, ഇപ്പോൾ ഞാൻ തിന്മയിലല്ല, ഇപ്പോൾ ഞാൻ ബന്ധനത്തിലല്ല, ഇപ്പോൾ ഞാൻ അന്ധകാരത്തിലല്ല. ഇപ്പോൾ എന്റെ കർത്താവ് എന്റെ മുമ്പിൽ വെച്ച വിശ്വാസത്തിന്റെ ട്രാക്കിലാണ്. വിശ്വാസത്തിന്റെ ട്രാക്കിലാണ്. എന്നെ ഈ ട്രാക്കിലേക്ക് കൊണ്ടുവന്ന കർത്താവിന് ഞാൻ നന്ദി പറയുകയാണ്. പൗലോസ് പറയുന്നു, ആകയാൽ നാമും. ഒന്ന്, ഞാൻ ഈ ട്രാക്കിലുണ്ട്, അതിനായിട്ട് സ്തോത്രം. 2, എനിക്ക് മുൻപേ ഈ ട്രാക്കിലൂടെ ഓടി ലക്ഷ്യസ്ഥാനത്ത് എത്തിയവരുണ്ട്. അപ്പൊ എനിക്ക് മുൻപേ ഇതേ വിശ്വാസ ജീവിതത്തിന്റെ ട്രാക്കിലൂടെ ഓടി
ലക്ഷ്യസ്ഥാനത്തെത്തിയവരുടെ നീണ്ട നിരയാണ് എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം എന്ന് പറയുന്നത്. നിങ്ങൾ എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ 11-ാം അധ്യായത്തിൽ ഒരു നീണ്ട ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. 4-ാം വാക്യം, വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കൈയിൻ്റെതിലും ഉത്തമമായ യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. 5-ാം വാക്യം, വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ഇവരെല്ലാം വിശ്വാസത്തിന്റെ ട്രാക്കിൽ ഓടിയവരാണ്. 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായി. 8-ാം വാക്യം, വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടാനിരുന്ന ദേശത്തേക്ക് യാത്രയായി. 9-ാം വാക്യത്തിൽ, വിശ്വാസത്താൽ അവർ വാഗ്ദത്ത ദേശത്ത് അന്യദേശത്ത് എന്നതുപോലെ ചെന്നു. 11-ാമത്തെ വാക്യത്തിൽ, വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്നെണ്ണി. 17-ാമത്തെ വാക്യത്തിൽ വീണ്ടും അബ്രഹാമിനെ കുറിച്ച് പറയുന്നു. 20-ാമത്തെ വാക്യത്തിൽ ഇസഹാക്കിനെ കുറിച്ച് പറയുന്നു. വിശ്വാസത്താൽ ഇസഹാക്ക് യാക്കോബിനെയും ഏശാവിനെയും ഭാവികാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു. 21-ാമത്തെ വാക്യത്തിൽ യാക്കോബിനെ കുറിച്ച് പറയുന്നു. 22-ാമത്തെ വാക്യത്തിൽ ജോസഫിനെ കുറിച്ച് പറയുന്നു. 23-ാമത്തെ വാക്യത്തിൽ വിശ്വാസത്താൽ മോശയെ കുറിച്ച് പറയുന്നു. 27-ാമത്തെ വാക്യത്തിൽ ആ മോശ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നു എന്ന് പറയുന്നു. ഇങ്ങനെ വിശ്വാസത്തിന്റെ ട്രാക്കിൽ ഓടിയവർ 33-34 വാക്യങ്ങളിൽ പറയുന്നു, വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായ അടച്ചു, തീയുടെ ബലം കെടുത്തി, വാളിന്റെ വായ്ക്ക് തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യദേവന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു. വിശ്വാസത്തിന്റെ ട്രാക്കിലൂടെ കൃത്യമായി ഓടിയവരാരും പരാജിതരായിരുന്നില്ല. വിശ്വാസത്തിന്റെ ട്രാക്കിലൂടെ കൃത്യമായി ഓടിയവരാരും തകർന്നു പോയില്ല. വിശ്വാസത്തിന്റെ ട്രാക്കിലൂടെ കൃത്യമായി ഓടിയവരെല്ലാം ചരിത്ര പുരുഷന്മാരായി അവർ ദൈവത്താൽ പ്രയോജനപ്പെട്ടെങ്കിൽ അതേ ട്രാക്കിൽ നിൽക്കുന്നവർ ഒന്ന് കൈകളടിച്ച് ദൈവത്തിന് നന്ദി പറ. യെസ്, ഇത്രയും പറഞ്ഞിട്ടാണ് 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്നത്, ആകയാൽ നാമും, ഇവർ മാത്രമല്ല, മേൽപ്പറയപ്പെട്ടവർ മാത്രമല്ല, ഇപ്പോൾ നാമും ഇതേ ട്രാക്കിൽ നിൽക്കുകയാണ്. എന്നാൽ സാക്ഷികളുടെ ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റിലുമുണ്ട്. അപ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതം എന്ന ട്രാക്കിൽ, വിശ്വാസ ജീവിതം എന്ന ട്രാക്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ടുവന്നെങ്കിൽ ഇതിൽ നിൽക്കുന്ന നിങ്ങൾ നിരാശരാകരുത്, ഭാരപ്പെടരുത്. എങ്ങനെ ഞാൻ ഓടും, എങ്ങനെ ഞാൻ എത്തും, എങ്ങനെ ഞാൻ ജയിക്കും എന്ന് ചിന്തിക്കരുത്. നിങ്ങൾക്ക് മുൻപേ ഓടി ജയിച്ചവരുടെ ഒരു വീണ്ട നിര ഇതിനകത്തുണ്ട്. താങ്ക് യു ലോർഡ് ജീസസ്. നിങ്ങൾക്ക് മുൻപേ പലർക്കും ആകുലതയാണ്, പലർക്കും വിശ്വാസ ജീവിതത്തിലേക്ക് വരുമ്പോൾ ആശങ്കകളാണ്, കർത്താവിലേക്ക് വരുമ്പോൾ അവർക്ക് ആശങ്കകളാണ്. ആരെന്നെ കരുതും, ആരെന്നെ നടത്തും, എൻ്റെ കാര്യം എന്നാകും, പിള്ളേരുടെ കാര്യം എന്നാകും, കുടുംബത്തിൻ്റെ കാര്യം എന്നാകും എന്നൊക്കെ ഒരുപാട് ചിന്തകളാണ്. പക്ഷേ നിങ്ങൾ 11-ാം അധ്യായത്തിൽ കുറെ വിശ്വാസ വീരന്മാരുടെ നീണ്ട നിര വായിച്ചില്ലേ? അവരെല്ലാം പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും നേരിട്ടവർ തന്നെയാണ്. സിംഹമില്ലെന്നല്ല, സിംഹം ഉണ്ടായിരുന്നു, പക്ഷേ ദൈവസിംഹത്തിന്റെ വായ അടച്ചു. തീച്ചൂള വെളിപ്പെട്ടില്ലെന്നല്ല, തീച്ചൂള ഉണ്ടായിരുന്നു, പക്ഷേ ദൈവം തീച്ചൂളയുടെ ബലത്തെ കെടുത്തി. ആമേൻ. കാരാഗ്രഹമില്ലായിരുന്നല്ല, കാരാഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ കാരാഗ്രഹത്തിൽ കിടന്നവനെ രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ ആക്കി. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്ക് തോന്നുന്നുണ്ടോ നീ ഒരു പരാജയമാകുമെന്ന്? നീ ഒരു പരാജയമാകുമെന്നുള്ള നിന്റെ തോന്നലാണ് ഏറ്റവും വലിയ പരാജയം. യേശുവിന്റെ നാമത്തിൽ ഈ വിശ്വാസത്തിന്റെ ട്രാക്കിൽ ഓടുന്ന സ്വർഗത്തിലെ ദൈവം എൻ്റെ 17-ാമത്തെ വയസ്സിൽ വേറൊരു ട്രാക്കിൽ നിന്ന്, വേറൊരു മേഖലയിൽ നിന്ന് ക്രിസ്തുവിനോടൊപ്പമുള്ള ജീവിതമെന്ന, ക്രിസ്ത്യാനിത്വമെന്ന, വിശ്വാസ ജീവിതമെന്ന, ദൈവവചന അടിസ്ഥാനത്തിലുള്ള ജീവിതമെന്ന, അനുഗ്രഹിക്കപ്പെട്ട ജീവിതമെന്ന ഈ ട്രാക്കിലേക്ക് കർത്താവിനെ പറിച്ചു നട്ടു. ചോദ്യങ്ങൾ പലതെന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. ഞാൻ ചുറ്റും നോക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണോ ഈ ട്രാക്കിലൂടെ ഓടുന്നതെന്ന് തോന്നിപ്പോയി. എൻ്റെ ഭവനത്തിൽ പലരും വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ലായിരുന്നു. എൻ്റെ കുടുംബത്തിൽ പലരും ക്രിസ്തുവിലേക്ക് തിരിഞ്ഞിട്ടില്ലായിരുന്നു. സമൂഹവും സമുദായവും എന്നെ ഒറ്റപ്പെടുത്തി, ഭവനക്കാരെന്നെ ഒറ്റപ്പെടുത്തി.
ഞാൻ ഈ ട്രാക്കിൽ തനിച്ചാണോ എന്ന് ചിന്തിച്ച ദിനരാത്രങ്ങൾ എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. പക്ഷെ തിരുവെഴുത്ത് ആഴമായി പഠിക്കുമ്പോഴാണ് എനിക്ക് ഈ ഭാഗം മനസ്സിലായത്. ആകയാൽ ഞാനല്ല, ആകയാൽ നാമും. ഞാൻ ഒറ്റയ്ക്കല്ല, ആകയാൽ ഞാനല്ല, ആകയാൽ നാമും, സാക്ഷികളുടെ വലിയൊരു സമൂഹവും. നീ വിശ്വസിച്ചാലും ഇല്ലേലും ഉറപ്പ് പറയാം, ഈ കറുത്ത പുസ്തകം എടുത്ത് ഉയർത്തിയവനെ എല്ലാം ദൈവം ഉയർത്തിയിട്ടുണ്ട്. ഈ ദൈവവചനത്തെ മാനിച്ചവരെയെല്ലാം ദൈവം മാനിച്ചിട്ടുണ്ട്. ഈ ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി നിന്നവനെയെല്ലാം കർത്താവ് അനുഗ്രഹിച്ചിട്ടുണ്ട്. ദൈവഭാഗത്തേക്ക് യഥാർത്ഥമായി വിശ്വാസത്തിന്റെ ചുവട് വെച്ചവരാരും നിരാശരായിട്ടില്ല. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ഒരു നാളും ലജ്ജിച്ചു പോയില്ല. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, ഈ ട്രാക്കിൽ ഞാൻ ഒറ്റയ്ക്കല്ല. സാക്ഷികളുടെ വലിയൊരു സമൂഹം. അപ്പോ നാമും. അപ്പൊ നമ്മൾ എവിടെ അല്ല? പറഞ്ഞേ, ഞാൻ ഗാലറിയിലല്ല, ഞാൻ ട്രാക്കിലാണ്. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം. അപ്പൊ നമ്മൾ ആരും ഗാലറിയിലല്ല കേട്ടോ. ഇതിനകത്ത് ആരും ഗാലറിയിൽ ഇരിക്കുന്നവരല്ല, എല്ലാവരും ട്രാക്കിൽ നിൽക്കുന്നവരാണ്. സ്തോത്രം. അത് ഓടി തളരാനല്ല, ഓടി തികയ്ക്കാനാണ്. പൗലോസ് പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു. ഓടി തളരാനല്ല, ഓടി തികയ്ക്കാൻ, എത്തേണ്ടടുത്തെത്താൻ വിളിക്കപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വാ കൊണ്ട് പറയണം, ഈ ഓട്ടത്തിനൊരു ലക്ഷ്യമുണ്ട്, ഈ ഓട്ടത്തിനൊരു ലക്ഷ്യമുണ്ട്, ഈ ഓട്ടത്തിനൊരു ലക്ഷ്യമുണ്ട്. ഞാൻ ലക്ഷ്യമില്ലാതെ ഓടുകയല്ല, ഞാൻ ആരെയും കണ്ടോണ്ട് ഓടുക. ഇതിനകത്ത് ഭയങ്കര ഒരു ലക്ഷ്യമുണ്ട്, ഇതിനകത്ത് വലിയൊരു പദ്ധതിയുണ്ട്. എന്നാൽ എൻ്റെ എൻകറേജ്മെന്റ് എന്ന് പറയുന്നത് എനിക്ക് മുമ്പേ ഓടിയവരാണ്. ഇതേ ട്രാക്കിലൂടെ പുത്രൻ ഓടി. എനിക്ക് മുൻപേ എൻ്റെ ജ്യേഷ്ഠ സഹോദരനായി ദൈവത്തിന്റെ പുത്രൻ ഇതേ ട്രാക്കിലൂടെ ഓടി. അവിടെയാണ് അവനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്, അവൻ തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു, ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്തിരുന്നു. ഇതേ ട്രാക്കിലൂടെ ഓടിയതായ എൻ്റെ കർത്താവ്. പുത്രൻ പോയ വഴിയിലൂടെ അല്ലാതെ നമുക്കും പോകാൻ പറ്റുകയില്ല. ഒന്നും മാറ്റുന്നില്ല. അപ്പോസ്തലന്മാർ പോയ വഴിയിലൂടെ അല്ലാതെ നമുക്ക് പോകാൻ കഴിയുകയില്ല. ഒറ്റ ട്രാക്കേ ഉള്ളൂ. ഇതിന് ബൈപ്പാസ് ഇല്ല. പറഞ്ഞേ, വിശ്വാസ ജീവിതത്തിന് ബൈപ്പാസ് റോഡില്ല. ആരും മിണ്ടണില്ല. വിശ്വാസ ജീവിതം എന്ന റോഡിന് എന്തില്ല? ഇടയ്ക്ക് ഭയങ്കര പ്രതികൂലം, ഭയങ്കര പ്രശ്നം, ട്രാഫിക് ബ്ലോക്ക്. എന്നാൽ പിന്നെ ബൈപ്പാസ് എടുത്ത് സൈഡിൽ കൊടുക്കുക. ഇല്ല, ഒറ്റ റൂട്ടേ ഉള്ളൂ. ഈ ട്രാഫിക് എല്ലാം കഴിഞ്ഞേ നിനക്കും പോകാൻ പറ്റുള്ളൂ. ഇതേ ട്രാഫിക്കിലൂടെ അപ്പോസ്തലന്മാരും പോയി, ഇതേ ട്രാഫിക്കിലൂടെ യേശു പോയി, ഇതേ ട്രാഫിക്കിലൂടെ വിശുദ്ധന്മാരെല്ലാം പോയവരാണ്. പക്ഷേ അവരാരും എത്തേണ്ടടുത്ത് എത്താതിരുന്നില്ല. അവരാരും എത്തേണ്ടടുത്ത് എത്താതിരുന്നില്ല. യേശുവിന്റെ നാമത്തിൽ നീ ബലപ്പെട്, കർത്താവിൽ ബലപ്പെട്, വിശ്വാസത്തിൽ ബലപ്പെട്, ദൈവകൃപയിൽ ബലപ്പെട്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമാകുന്ന യേശുവിനെ നോക്കുക. ഈ ട്രാക്കിൽ നിൽക്കുന്നവരെല്ലാം ഒന്ന് കൈ ഉയർത്തി. വിശ്വാസ ജീവിതത്തിന്റെ ട്രാക്കിൽ നിൽക്കുന്നവരൊന്ന് കൈപോക്കി. ഫിക്സിംഗ് അവർ ഐസ് ഓൺ ജീസസ്. പ്ലീസ്, താങ്ക് യു. നിങ്ങൾ നോക്കേണ്ടത് മനുഷ്യനെ അല്ല, നിങ്ങൾ കണ്ണുകൾ ഉറപ്പിക്കേണ്ടത് മതത്തിലേക്കല്ല, നിങ്ങൾ കണ്ണുകളെ ഉറപ്പിക്കേണ്ടത് വ്യക്തികളിലേക്കല്ല, നിങ്ങൾ കണ്ണുകളെ ഉറപ്പിക്കേണ്ടത് ക്രിസ്തുയേശുവിലേക്കാണ്. ഈ ട്രാക്കിൽ എനിക്ക് മുൻപേ ഓടിയത്, മാതൃകാപരമായി ഓടിയത് യേശുവാണ്. ഇത് എങ്ങനെങ്കിലും ഓടാനുള്ള ട്രാക്കല്ല, ഇത് സ്ഥിരതയോടെ ഓടുവാനുള്ള ട്രാക്കാണ്. ഇബ്രായർ 12:1 ഈ ഓട്ടം സ്ഥിരതയോടെ ഓടാനുള്ളതാണ്. എങ്ങനെങ്കിലും ഓടാനുള്ളതല്ല, കൃത്യമായി ഓടാനുള്ളതാണ്.
തോന്നുന്നത് പോലെ ഓടാനുള്ളതല്ല, വ്യക്തമായി വളരെ നല്ല നിലവാരത്തിൽ ഓടാനുള്ളതാണ്. സ്തോത്രം. ഒരു കർത്തൃദാസൻ എന്ന നിലയിൽ ഞാൻ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ തിരുവചനത്തിലൂടെ പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ. ഈ ട്രാക്കിലൂടെ ആദ്യം ഓടിയത്, പുതിയ നിയമത്തോടുള്ള ബന്ധത്തിൽ, സഭയോടുള്ള ബന്ധത്തിൽ അപ്പോസ്തലന്മാരെക്കാളൊക്കെ മുൻപേ ഓടിയത് കർത്താവായ യേശു ക്രിസ്തുവാണ്. എത്ര സ്ഥിരതയോടെയാണ് ആ പുത്രൻ ഓടിയത്, എത്ര അനുസരണത്തോടെയാണ് പുത്രൻ ഓടിയത്, എത്ര വിധേയത്വത്തോടുകൂടെയാണ് പുത്രൻ ഓടിയത്, എത്ര അധികാരത്തോടുകൂടെയാണ് പുത്രൻ ഓടിയത്. അതുകൊണ്ട് ഈ ഓട്ടം എങ്ങനെങ്കിലും ഓടാനുള്ളതല്ല, ഇത് സ്ഥിരതയോടെ ഓടാനുള്ളതാണ്. പല വിശ്വാസികൾക്കും സ്ഥിരതയില്ല. അവരെന്ത് വിശ്വസിച്ചിരിക്കുന്നെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും ഇളക്കിയാൽ, ആട്ടിയാൽ, ഒലച്ചാൽ, സോഷ്യൽ മീഡിയയിലോ ടെലിവിഷനിലോ ഈ വിഷം കുത്തിവെക്കുന്ന കൂടെ നിൽക്കുന്ന കൂട്ടുവേലക്കാരുടെ ഇടയിൽ നിന്നോ എന്തെങ്കിലുമൊക്കെ കേട്ടാൽ അവർ ഒലഞ്ഞു പോവുകയാണ്. ഒലയരുത്, ആടരുത്. നിന്റെ കണ്ണുകൾ ക്രിസ്തുവിൽ ഉറപ്പിച്ച്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമാകുന്ന കർത്താവിൽ നിന്റെ കണ്ണുകളെ ഉറപ്പിച്ച്, യേശു എന്തു പറഞ്ഞുവോ, യേശു എന്ത് ചെയ്തുവോ, യേശു എന്തനുഭവിച്ചുവോ, ഞാനും അതിലൂടെ എല്ലാം കടന്നുപോയാലും കർത്താവ് മരണത്തെ ജയിച്ച് ഉയർത്തതുപോലെ, എത്തേണ്ടടുത്ത് എത്തിയതുപോലെ എനിക്കും ഒരു ലക്ഷ്യമുണ്ട്. എൻ്റെ ജീവിതവും ആ നിലവാരത്തിലേക്ക് ഉയരപ്പെടും എന്ന ഉറച്ച ബോധ്യം ഈ ട്രാക്കിൽ നിൽക്കുന്നവർക്ക് ഉണ്ടാകണം. അതുകൊണ്ട് ഒന്ന്, സാക്ഷികളുടെ ഒരു സമൂഹം നമ്മുടെ ചുറ്റുമുണ്ട്. അതിൽ പൗലോസുണ്ട്, അതിൽ യാക്കോബുണ്ട്, അതിൽ യോഹന്നാനുണ്ട്, അതിൽ എനിക്ക് മുൻപേ ഓടിയ വേദപുസ്തകത്തിൽ എഴുതപ്പെടാത്ത അപ്പോസ്തലന്മാരുണ്ട്, അതിൽ വി എ തമ്പിച്ചാനുണ്ട്, അതിൽ നിന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന ഒത്തിരി ദൈവദാസന്മാരുണ്ട്, അതിൽ ബില്ലി ഗ്രഹാമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് മുൻപേ ഈ ട്രാക്കിലൂടെ ഓടി എത്തേണ്ടടുത്തെത്തിയ ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട്. മലയാളക്കരയിലുണ്ട്, ഇന്ത്യയിലുണ്ട്, ലോകത്തിൻ്റെ രാജ്യങ്ങളിലെല്ലാം ഉണ്ട്. അവരൊക്കെ നമുക്കൊരു മാതൃകയാണ്. എന്നാൽ പ്രധാനമായും വിശ്വാസ ജീവിതത്തിൽ നിൽക്കുന്നവർ വലഞ്ഞു പോകാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ ക്രിസ്തുവിൽ ഉറപ്പിക്കണം. ഇതിനൊരു അടിസ്ഥാനമുണ്ട്. ഇളക്കാൻ നോക്കിയാൽ നീ ഇളകാതിരിക്കണമെങ്കിൽ നീ ആരുടെ പുറകെയാ ഓടുന്നതെന്നൊരു ഉറപ്പ് വേണം. നിന്റെ കണ്ണ് നീ എവിടെയാ ഉറപ്പിച്ചിരിക്കുന്നതെന്നൊരു ഉറപ്പ് വേണം. ഏതൊക്കെ വ്യക്തികൾ നിനക്ക് വിരോധമായി വന്നാലും അത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആ ഫൗണ്ടേഷനിൽ, ആ അടിസ്ഥാനത്തിൽ, ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ അവർ ഉറച്ചു നിൽക്കണം. എന്തെല്ലാം സംഗതികൾ എഴുന്നേറ്റ് വന്നാലും, എന്തെല്ലാം ലവ് ജിഹാദ് വന്നാലും, എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും, ആരൊക്കെ നിന്നെ തിരിക്കാൻ നോക്കിയാലും, എന്തെല്ലാം ട്രാപ്പുകൾ വന്നാലും, നിന്റെ ഓട്ടം നീ സ്ഥിരതയോടെ ഓടും. നിന്റെ ഓട്ടം നീ സ്ഥിരതയോടെ ഓടും. കാരണം നീ കണ്ണുകൾ ഉറപ്പിച്ചത് സംഘടനയിലല്ല, മതത്തിലല്ല, വ്യക്തികളിലല്ല, വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമാകുന്ന യേശുവിലാണ്. ഹല്ലേലൂയ. ചില ആൾക്കാർ പറയത്തില്ലേ, എൻ്റെ പുറകെ വാ ചേട്ടാ, ഞാൻ കാണിച്ചു തരാം വീട്. ഞങ്ങളൊക്കെ ചില സ്ഥലത്ത് വീട് പോകുമ്പം ഞങ്ങൾക്ക് വഴി അറിഞ്ഞുകൂടാ. വഴി അറിയാതെ പോകുമ്പം വീടിൻ്റെ ഗേറ്റിൻ്റെ വാതിലിൽ നിൽക്കുന്ന ചേട്ടനോട് ചോദിക്കും, ചേട്ടാ ഇന്ന ആളുടെ വീട് എവിടെയാണെന്നറിയോ? പുള്ളിക്ക് അവിടെ നിന്ന് പറഞ്ഞു തന്നാൽ മതി. എന്നാൽ പുള്ളി പറയും, ബാ എൻ്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാം എന്ന് പറയാം. അപ്പം നമ്മൾ ഈ പുള്ളിയുടെ കൂടെ പോവും. വഴി അറിയാവുന്നവൻ്റെ പുറകെ പോയാൽ ഒറ്റ വഴിയെ പോയാൽ മതി. വഴി അറിയാത്തവൻ്റെ വഴി പുറകെ പോയാൽ നീ ഒരു വഴിയാവും. ആരും മിണ്ടുന്നില്ല. കൃത്യമായ വഴി അറിയാവുന്നവൻ്റെ പുറകെ പോയാൽ ഒറ്റ വഴി കൂടെ പോയാൽ മതി. അല്ലെ പല വഴി കൂടെ പോകേണ്ടി വരും. നിനക്ക് മുൻപേ ഓടിയ ആ കർത്താവിൻ്റെ ട്രാക്കിലൂടെ അവനിലേക്ക് കണ്ണുകൾ ഉറപ്പിച്ച നീ ഓടുന്നെങ്കിൽ അതിനകത്തൊരു ഭയങ്കര ഡെലിവറൻസ് ഉണ്ടാകും, ഒരു ബ്ലെസ്സിങ് ഉണ്ടാകും, ഉറപ്പായിട്ടും ഉണ്ടാകും. വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമാകുന്ന യേശുവിനെ നോക്കി നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഇവിടെ ഓടുന്നവരുടെ ശ്രദ്ധയ്ക്ക്, യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന് പറയത്തില്ലേ, എന്നതുപോലെ ഓടുന്നവരുടെ ശ്രദ്ധയ്ക്ക് രണ്ട് കാര്യങ്ങൾ അപ്പോസ്തലൻ എടുത്തു പറയുന്നു. രണ്ട് കാര്യങ്ങൾ ഈ യാത്രയിൽ പാടില്ല, ഈ ഓട്ടത്തിൽ പാടില്ല. ഈ രണ്ട് കാര്യം ഉള്ളവന് ഓടാൻ പറ്റുകയില്ല. ഒന്ന്, സകല ഭാരവും.
2 മുറുകെ പറ്റുന്ന പാപം. ഈ 2 കാര്യങ്ങൾ തോളെ കിടപ്പുണ്ടെങ്കിൽ ഓടാൻ പറ്റുകയില്ല, ലക്ഷ്യസ്ഥാനത്തെത്തുകയില്ല. അതിൽ ഒന്നാമത്തെയാണ് സകല ഭാരവും. എന്ന് പറഞ്ഞേ, ഭാരം. പറഞ്ഞപ്പോൾ തന്നെ എന്നാ ഭാരം ഓർത്ത് നോക്കി. സകല ഭാരവും. ഈ ഭാരവും വെച്ചോണ്ട് ഓടാനൊക്കുകയില്ല. മാനുഷികമായിട്ടൊന്ന് നോക്കിയേ. ഓട്ടക്കളത്തിൽ നിൽക്കുന്ന, ട്രാക്കിൽ നിൽക്കുന്ന, നേരത്തെ മുൻകാലങ്ങളിൽ ഭാരതത്തിന് വേണ്ടി ഓടിയ PT ഉഷ ഓടിയതൊന്ന് നോക്കിയേ. അല്ലെങ്കിൽ ഓടുന്ന ആൾ ട്രാക്കിൽ നിൽക്കുന്നതൊന്ന് നോക്കിയേ. മുതുകത്തൊരു ബാഗും ഒക്കെ ഇട്ട്, ജീൻസും ഒക്കെ ഇട്ട്, ഷൂസും ഒക്കെ ഇട്ട്, കോട്ടും ഒക്കെ ഇട്ടാണ് അവർ ഓടുന്നത്. അല്ല, ആ ഓടുന്ന ആളുകൾ വളരെ ലൈറ്റായിട്ടുള്ള നേർത്ത വസ്ത്രങ്ങളാണ് ഓടുന്നവർ ധരിക്കുന്നത്. അത്ര പോലും വെയിറ്റ് കയറാൻ പാടില്ല, അത് അവർ ഓട്ടത്തെ തടയും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഭാരവുമായിട്ട് ഓടാൻ പറ്റുകയില്ല. എന്നൊക്കെ ഭാരമായിട്ടാ ഇന്നിവിടെ വന്നിരിക്കുന്നതെന്നറിയോ? കടഭാരം. ഈ സത്യത്തിൽ കടമല്ല പ്രശ്നം. ഈ കടം, സാമ്പത്തിക ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമുക്കൊരു ഭാരം വരും. ആ ഭാരമാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതെങ്ങനെ വീട്ടും, ഇതെങ്ങനെ കൊടുക്കും, ഈ ലോൺ ഞാൻ എങ്ങനെ അടയ്ക്കും. ഞാൻ ഇങ്ങനെ സ്നേഹത്തോടെ നിങ്ങളോട് പറയട്ടെ, ആ കടം വന്നതിനോടുള്ള ബന്ധത്തിൽ വന്ന ആ ഭാരം കർത്താവിൻ്റെ കയ്യിലോട്ട് അങ്ങ് കൊടുക്കാമെങ്കിൽ കൂട്ടത്തിൽ കടവും അങ്ങ് മാറും. ആർക്കും മനസ്സിലായില്ല? നിന്റെ സകല ഭാരവും എൻ്റെ മേൽ ഇട്ടുകൊള്ളുക, എന്നാൽ ഞാൻ അതിനെ ചുമന്നുകൊള്ളാമെന്നാ കർത്താവ് പറഞ്ഞേ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ലഗേജുമായിട്ടിരുന്നാൽ കടത്തിൻ്റെ ഭാരം, കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ഭാരം, മക്കളെക്കുറിച്ചുള്ള ഭാരം, സാമ്പത്തിക ഭാരം, ശുശ്രൂഷയെക്കുറിച്ചുള്ള ഭാരം, പല പല ഹെവിനെസ്സുമായി, ടെൻഷനുമായിട്ടിരുന്നാൽ നിങ്ങൾക്ക് ചൊവ്വേ ഓടാൻ പറ്റുകയില്ല. നിങ്ങൾക്ക് ഒരിക്കലും ഒരു കാര്യം, ഒരു നന്മകൾ എൻജോയ് ചെയ്യാൻ പറ്റുകയില്ല. സർവശക്തനാകുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ വച്ചിരിക്കുന്ന നമ്മുടെ ലൈഫ്, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ സന്തോഷിക്കാനുള്ളതാണ്, എൻജോയ് ചെയ്യാനുള്ളതാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ടെന്നാണ്. ഹല്ലേലൂയ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക എന്നാണ് കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ പലർക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല. എന്താ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആ ഒരു സന്തോഷം അനുഭവിക്കാൻ പറ്റും? ഈ ഭാര ലഗേജ് എല്ലാം അങ്ങ് മേളിലിട്ടാൽ ബാക്കിയെല്ലാം നിനക്ക് അനുഭവിക്കാം. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. സന്തോഷം അനുഭവിക്കാം, സമാധാനം അനുഭവിക്കാം, വിടുതൽ അനുഭവിക്കാം. ഓ, യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ഭാരങ്ങളും, എല്ലാ നെഗറ്റീവ് ചിന്തകളും, ഇന്നലെ കണ്ടത്, കഴിഞ്ഞ ആഴ്ചകളിൽ കണ്ടത്, ഈ ദിവസങ്ങളിൽ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായ എല്ലാ മനോഭാരങ്ങളും, വേദനകളും, ആകുലതകളും യേശുവിന്റെ നാമത്തിൽ ഇവരെ വിട്ടുപോട്. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലേ അല്ല. ഓ, മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലയല്ല വിശ്വാസത്താലയാ. പാപവും ഭാരവും വിട്ടു ഞാനോടുമാ നേരവും. ഓ, പാപവും സാക്ഷികൾ സമൂഹം എൻ്റെ ചുറ്റിലും നിൽക്കുന്നായിരങ്ങൾ ആകയാലെ സാക്ഷികൾ സമൂഹം എൻ്റെ ചുറ്റിലും നിൽക്കുന്നായിരങ്ങൾ ആകയാലെ പാപവും ഭാരവും വിട്ടു ഞാനോടുമാ നേരവും യേശുവേ നോക്കിടും. പാപവും ഭാരവും വിട്ടു ഞാനോടും. ഓ, സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ, പുരുഷന്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു.
കുരിശിന്റെ പാതയിൽ ലോകമേതും യോഗ്യം അല്ലെനിക്കതാ, ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ. ലോകമേതും യോഗ്യം അല്ലെനിക്കതാ, ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ. നാഥനോ മുൾമുടി നൽകിയ ലോകമേ, നിന്നും വേറെ എന്തിനാ. നാഥന് മുൾമുടി, നാഥന് മുൾമുടി നൽകിയ ലോകമേ, നീ തരും വേറെ എന്തിനാ. എല്ലാ ഭാരവും ഇന്ന് ലഗേജ് എല്ലാം മേളിലോട്ട് വെച്ചാൽ ഇതുവഴി വരുന്ന എല്ലാ നന്മകളും നിങ്ങൾക്ക് അനുഭവിക്കാം. ഇന്ന് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു, യേശു കർത്താവ് ഇതുവഴി ഒത്തിരി നന്മകളുമായിട്ട് വരും. ഇന്ന് പകൽ പലതുമായിട്ട് നിന്റെ അടുത്ത് വരും. ഈ ദുഷ്ടചിന്തയും ഈ ഭാരവും ഈ അവിശ്വാസവും ഈ മനസ്സിനകത്തിരിക്കുന്ന ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം വെച്ചുകൊണ്ടിരുന്നാൽ നിനക്കിതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റുകയില്ല. എല്ലാം മേളിലോട്ടിട്ടെ, എല്ലാം കർത്താവിന്റെ കയ്യിലോട്ടൊന്ന് കൊടുത്തേ, ഒന്ന് ഫ്രീ ആയി, യേശുവിന്റെ നാമത്തിൽ ഒന്ന് ഫ്രീ ആയി. കേട്ടോ ജോയ് സാറേ, എപ്പോഴായാലും ഇവരുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഭാരം കാണും, എന്തെങ്കിലും ഒരു ഭാരം കാണും. നേരത്തെ വസ്ത്രമില്ലാത്ത ഭാരം. എങ്ങനെയാ പിള്ളേർക്ക് നാളെ ടിഫിൻ കൊടുക്കുന്ന? കർത്താവെ ഒന്നും ഇരിപ്പില്ലല്ലോ, മാവിരിപ്പില്ല, പൊടിയിരിപ്പില്ല, നൂഡിൽസ് ഇരിപ്പില്ല, എന്നാ ചെയ്യുന്നേ? അതിൻ്റെ ഭാരം. എന്നാൽ കർത്താവിനേക്ക് വന്നു, ദൈവത്തെ അറിഞ്ഞു, പ്രാർത്ഥിച്ചു, ഇന്ന് കർത്താവ് അങ്ങോട്ട് അനുഗ്രഹിച്ചു. പക്ഷെ ഇപ്പോഴും ഭാരമാണ്. എന്നാ ഭാരം എന്നറിയോ? അലമാരി തുറക്കുമ്പോൾ ഏത് ഉടുപ്പാ ഇടണ്ടിയേ ഭാരം, ഏത് സാരിയാ ഉടുക്കണ്ടിയേ ഭാരം. മാവിരിപ്പുണ്ട്, പൊടിയിരിപ്പുണ്ട്, നൂഡിൽസ് ഇരിപ്പുണ്ട്, ഉപ്പുമാവിൻ്റെ സാധനം ഇരിപ്പുണ്ട്, നാളെ രാവിലെ എന്നതാ ഉണ്ടാക്കണ്ടിയേ ഭാരം. പ്രൈസ് ലോർഡ്. അന്നേരവും ഭാരം, ഇപ്പോഴും ഭാരം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നേരത്തെ വണ്ടിക്കൂലി, ബസ്സിന് എങ്ങനെ പൈസ കൊടുത്ത് എങ്ങനെ പൈസ കിട്ടും? ഒന്ന് വണ്ടിക്കൂലി, അവിടം വരെ ഒരു യോഗത്തിന് പോകാൻ, അതിൻ്റെ ഭാരമായിരുന്നു. ഇപ്പോഴത്തെ ഭാരം അതല്ല, അടുത്ത മോഡൽ വണ്ടി എങ്ങനെ മേടിക്കും, അതിൻ്റെ ഭാരമായിപ്പം. എങ്ങനെ ആയാലും ഒരു ഭാരം കയ്യിലുണ്ട്. എല്ലാ ഭാരവും കർത്താവിൻ്റെ കയ്യിലോട്ടൊന്ന് കൊടുത്തേ, എല്ലാ ഭാരവും കർത്താവിൻ്റെ കയ്യിലോട്ടൊന്ന് കൊടുത്തേ. പറഞ്ഞേ, ഈ ഭാരമായിട്ട് ഓടാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞേ. ഈ ഭാരമായിട്ട് ഓടാൻ പറ്റുകയില്ല. ഇന്നൊന്ന് ഫ്രീ ആയേ പറ്റത്തുള്ളൂ, ഇന്നൊന്ന് ഫ്രീ ആയേ പറ്റത്തുള്ളൂ. ചേർന്ന് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തേ. അതിന് ഒന്നാമത് ചെയ്യേണ്ട കാര്യം എന്നാണെന്നറിയാമോ? ഒന്നാമത് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതാ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം. ഫിലിപ്പിയർ 3:14. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളത് ആഞ്ഞുകൊണ്ട് ക്രിസ്തുവേശുവിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലക്ഷ്യത്തിലേക്ക് ഞാൻ ഓടുന്നു. ഒന്ന് ഞാൻ ചെയ്യുന്നു. ഇത് പാസ്റ്റർ ചെയ്തു തരികയില്ല, ഇത് യേശുവും ചെയ്തു തരികയില്ല, ഇത് ദൂതന്മാരും ചെയ്തു തരികയില്ല, ഇത് പ്രവാചകനും ചെയ്തു തരികയില്ല, ഇത് ഞാൻ തന്നെ ചെയ്യണം. മിണ്ടുന്നില്ല. എന്നാ ഞാൻ ചെയ്യേണ്ടിയേ? ഈ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് മറക്കാൻ പറ്റണം. ഇങ്ങനെ പഴയ കാര്യങ്ങൾ പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രമാണ്. പ്രാർത്ഥിക്കാനിരിക്കുമ്പം നീ പണ്ടങ്ങനെ ചെയ്തില്ലയോ, നിന്റെ കഴിഞ്ഞ കാലം എനിക്കറിയാം, നിന്റെ പാസ്റ്റ് എനിക്കറിയാം, നീ ആളത്ര ശരിയല്ലായിരുന്നു, നീ ഇന്ന തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, നീ ഇന്ന വഴിക്ക് പോയിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം സ്ക്രീനെ കാണിക്കുന്ന പോലെ നിങ്ങളുടെ മൈൻഡിലേക്ക്, നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നു. നീ പണ്ടങ്ങനെ ചെയ്തില്ലേ, പണ്ടിങ്ങനെ പറഞ്ഞില്ല. എല്ലാം പാസ്റ്റായിട്ടുള്ള പഴയ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഓട്ടത്തിൻ്റെ വേഗതയെ കുറയ്ക്കുകയാണ്. ഞാൻ അതിനൊരു ഉദാഹരണം പറയട്ടെ. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ വരുമ്പോൾ, എടുക്കണ്ട, നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ പറഞ്ഞാൽ. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന വിവരം മഗ്ദലക്കാരിയായ മറിയം ശിഷ്യന്മാരിരുന്ന സ്ഥലത്ത് വന്ന് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരുന്നിടത്ത് വന്ന് മുട്ടിയേച്ചു. അവൾ പരസ്യമായി പറഞ്ഞു, കർത്താവ് ഉയർത്തിട്ടുണ്ടെന്ന്. 3-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഇത് കേട്ടിട്ട് പത്രോസും മറ്റേ ശിഷ്യനും പുറപ്പെട്ട്
കല്ലറയ്ക്കൽ ചെന്നു. 4-ാമത്തെ വാക്യം പറയുന്നു, ഇരുവരും ഒന്നിച്ച് ഓടി. നമ്മുടെ സന്ദേശം ഇന്ന് ലക്ഷ്യത്തിലേക്ക് ഓടുക എന്നുള്ളതാണ്. ഇരുവരും ഒന്നിച്ചോടി. മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗത്തിലോടി, യോഹന്നാൻ പത്രോസിനേക്കാൾ വേഗത്തിലോടി കല്ലറയ്ക്കൽ ചെന്നു. എന്താണ് ഇവിടെ സംഭവിച്ചത്? വാർത്ത കേട്ടത് ഒന്നിച്ചാണ്. മഗ്ദലക്കാരത്തി മറിയം യേശു ഉയർത്തെഴുന്നേറ്റു എന്ന വാർത്ത വന്ന് പറഞ്ഞത് പരസ്യമായിട്ടാണ്. ഇത് കേട്ടേച്ച് വേദപുസ്തകം വ്യക്തമായി പറയുന്നുണ്ട്, സോ ദേ റാൻ ബോത്ത് ടുഗദർ. അവരൊന്നിച്ചാണ് ഓടിയത്. റെഡി 1 2 3 എന്ന് പറഞ്ഞ് ഓടുന്നത് പോലെ അവരൊന്നിച്ചാണ് ഓടിയത്. സത്യത്തിൽ എല്ലാ ഓട്ടത്തിലും ആരാ മുൻപിൽ? പത്രോസല്ലേ മുൻപിൽ? ആണോ? ഏത് കാര്യം എടുത്തു നോക്കിയാലും എല്ലാത്തിലും എടുത്ത് ചാടുന്ന ആരാ? പത്രോസാ. ഇവിടെ ഇരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. പുള്ളിയാ എല്ലാത്തിലും ആദ്യം എടുത്ത് ചാടുന്നത്. ഇവിടെ ആദ്യം ഓടി എത്തേണ്ടത് പത്രോസാ. ശരിക്കും പറഞ്ഞാൽ മുന്നിലെത്തേണ്ടത് പത്രോസാ. സ്വഭാവം വെച്ചിട്ടും ചരിത്രം വെച്ചിട്ടും ജീവിതം വെച്ചിട്ടും. പക്ഷേ പത്രോസ് പുറകിലായിപ്പോയി. പത്രോസിന് അങ്ങോട്ടൊരു വേഗത കിട്ടുന്നില്ല. എക്സൈറ്റ്മെന്റ് ഉണ്ട്, പക്ഷേ യോഹന്നാന്റെ റേഞ്ചിൽ ഓടാൻ പറ്റുന്നില്ല. ഒന്നിച്ചാ ഓടിയത്. എന്നാ കാര്യമെന്ന് പറയട്ടെ, ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴേ യേശു ഉയർത്തു എന്ന വാർത്ത അറിഞ്ഞ ഇരുവരും ഒന്നിച്ചോടുന്നേ. പത്രോസിന്റെ മനസാക്ഷി ചിന്ത അല്ലെങ്കിൽ പിശാച് അവന്റെ ചിന്തകളോട് പറഞ്ഞു, നിനക്കറിയോ പത്രോസേ, 3 ദിവസം മുമ്പ് 3 പ്രാവശ്യം നീ അവനെ തള്ളിപ്പറഞ്ഞതാ, ആണയിട്ടതാ, പ്രാഗിയതാ. അവൻ നിന്നെ തിരിഞ്ഞു നോക്കിയത് നീ കണ്ടായിരുന്നോ? നീ അവനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാ പറഞ്ഞ? നീ എങ്ങനെ അവനെ ഫേസ് ചെയ്യും? നീ എങ്ങനെ അവനെ കാണും? നീ എങ്ങനെ അവന്റെ മുഖത്ത് നോക്കും? കുറ്റബോധം. പത്രോസിന്റെ കുറ്റബോധം പത്രോസിന്റെ ഓട്ടത്തിന്റെ വേഗതയെ കുറയ്ക്കുകയാണ്. എന്നാൽ പിന്നത്തേതിൽ അവൻ ഓടി കല്ലറയ്ക്കലെത്തി. സത്യം, അത് ശരിയാണെങ്കിലും അവന്റെ ഹൃദയത്തിന്റെ മനസാക്ഷിയുടെ കുത്തൽ അവന്റെ ഓട്ടത്തിന്റെ വേഗതയെ കുറച്ചു കളഞ്ഞെങ്കിൽ ഇന്ന് ഈ ആരാധന മധ്യയിൽ, പ്രാർത്ഥന മധ്യയിൽ, കഴിഞ്ഞകാല ജീവിതങ്ങളിൽ സംഭവിച്ചതായ ഏതെങ്കിലും വിഷയത്തോടുള്ള ബന്ധത്തിൽ നിന്റെ ആരാധനയോ ഓട്ടമോ കുറഞ്ഞെങ്കിൽ, മനുഷ്യൻ നിന്നെ കുറ്റപ്പെടുത്തിയത് കൊണ്ട്, ലോകം നിന്നെ എതിർത്തത് കൊണ്ട്, പിശാച് നിന്റെ മനസാക്ഷിക്കകത്ത് എന്തെങ്കിലും കുത്തിവെച്ചത് കൊണ്ട്, നിന്റെ ചിന്തകൾ നിന്നെ വേട്ടയാടുന്നത് കൊണ്ട് നിന്റെ പ്രാർത്ഥനയോ ആരാധനയോ ഓട്ടമോ കുറഞ്ഞു പോയെങ്കിൽ ഇന്ന് പകൽ നിന്നോട് പരിശുദ്ധാത്മ പറയുന്നു, കനലിൽ ചുട്ട അപ്പവും മീനുമായി നിന്നെ കാത്തിരിക്കുന്ന ഒരു കർത്താവ് നിനക്കുണ്ട്. നിന്നെ സ്നേഹിക്കുന്ന ഒരു അപ്പ നിനക്കുണ്ട്. നിന്റെ വേഗത കുറഞ്ഞു പോകരുത്. ഏറ്റെടുത്തേ, നിന്റെ വേഗത കൂടട്ടെ, നിന്റെ വേഗത കൂടട്ടെ. എല്ലാ ഭാരങ്ങളും നിന്റെ ഉള്ളിൽ നിന്ന് മാറട്ടെ. എല്ലാ ആകുലതകളും നിന്റെ ഉള്ളിൽ നിന്ന് മാറട്ടെ. നിന്റെ ചിന്തകളിൽ നിന്നെ വേട്ടയാടുന്ന സകലതും യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധ ആത്മാവ് ഈ നിമിഷം തന്നെ എടുത്തു കളയട്ടെ. ജീവിതത്തിൽ ഓട്ടത്തിന്റെ വേഗതകൾ എവിടെങ്കിലും കുറഞ്ഞ് സ്റ്റക്കായി കിടക്കുന്നെങ്കിൽ, കുറ്റബോധങ്ങൾ കൊണ്ടോ, വന്നുപോയ പ്രതിസന്ധികൾ കൊണ്ടോ, വേദനകൾ കൊണ്ടോ, ഒരു സമൂഹം നിനക്കെതിരെ നിന്നതുകൊണ്ടോ ഒക്കെ ഇങ്ങനെ വല്ലാതെ ഭാരപ്പെടുന്ന ആരെങ്കിലും ഇന്നെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം പറയാം. നിന്നെ ഈ ട്രാക്കിലേക്ക് വിളിച്ചു നിർത്തിയത്, ഈ ട്രാക്കിലേക്ക് നിന്നെ വിളിച്ചു നിർത്തിയത് മതമല്ല, മനുഷ്യനല്ല, സംഘടനയല്ല. Almighty God, Mighty God, Mighty God. Yes, Lord. നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോ, കണ്ണിന്മണി പോലെ കാത്തിടുമേ. അന്ത്യം വരെ വഴുതാതയവൻ താങ്ങി നടത്തിയിടും പൊൻകരത്താ. നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോ, കണ്ണിന്മണി പോലെ കാത്തിടുമേ. അന്ത്യം വരെ വഴുതാതയവൻ താങ്ങി നടത്തിയിടും പൊൻകരത്താ. ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ സഹജ. ആഴലേറും
ചേലോടു തന്ത്രങ്ങൾ ഓതിടുവാ ചാരന്മാരുണ്ടധികം സഹജേ. ചുടുചോര ചിന്തേണ്ടി വന്നിടും ചായല്ലേ ലോക താങ്ങുകളിൽ ആഴലേറും ഇന്ന് ആ കൈകളൊന്ന് ഒരു കൈ നെഞ്ചോട് ചേർത്ത് വെച്ച് ഒരു കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച്, ഓൺലൈനിൽ കാണുന്നവർ ഒരു കൈ മാറോട് വെച്ച് ഒരു കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച്, എന്നിട്ട് എന്റെ കൂടെ വിശ്വാസത്താലെന്ന് പാടിയേ. എന്നെ വിളിച്ചവനുണ്മയുള്ളോ കണ്ണിൻ മണി പോലെ കാത്തി. ഒരിക്കൽ കൂടെ എന്നെ വിളിച്ചവൻ, എന്നെ വിളിച്ചവനുണ്മയുള്ളോ കണ്ണിൻ മണി പോലെ കാത്തിടുമേ. അന്ത്യം വരെ വഴുതാതെയോ താങ്ങി നട. അന്ത്യം വരെ അന്ത്യം വരെ വഴുതാതെയവൻ താങ്ങി നടത്തിടും. ഈ പാട്ട് എഴുതിയത് മുട്ടം ഗീവർഗീസ് അപ്പച്ചനാണ്. ഈ മുട്ടം ഗീവർഗീസ് അപ്പച്ചനാണ് എൻ്റെ വിവാഹം, എൻ്റെ മാരേജ് ബ്ലസ് ചെയ്യാൻ വന്നത്. വർഷങ്ങളായിട്ട് ഒത്തിരി തവണ കൊട്ടാരക്കര ചർച്ചിലൊക്കെ ഈ പാട്ട് എഴുതിയ അപ്പച്ചൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. 98 വയസ്സെങ്ങാണ്ടുണ്ട്, എൻ്റെ ചിന്ത ശരിയാണെങ്കിൽ, കറക്റ്റ് എനിക്കറിയില്ല. മുട്ടം ഗീവർഗീസ് അപ്പച്ചൻ ഈ പാട്ട് കൊട്ടാരക്കര വന്ന് പാടിയപ്പം അദ്ദേഹം അന്ന് പറഞ്ഞ ഒരു ടെസ്റ്റ് മണി ഞാൻ ഓർക്കുന്നു. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം കായംകുളത്ത് മാവേലിക്കര ഭാഗത്ത് ശുശ്രൂഷയ്ക്കായി കടന്നു വന്ന സമയത്ത് ഭയങ്കര പ്രശ്നം, ഭയങ്കര ഒരു വീട്ടിലെ മനുഷ്യനാണ്, വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിയ അന്നത്തെ കാലമാണ്, ഒത്തിരി പ്രതിസന്ധി അനുഭവിക്കുകയാണ്. അപ്പോൾ തൻ്റെ ഭാര്യ, അദ്ദേഹം ശുശ്രൂഷയ്ക്കായിട്ട് പലയിടത്ത് കടന്നു പോകുന്നു, ഒത്തിരി ആത്മാക്കളെ നേടുന്നു. അന്ന് സുവിശേഷകരെയൊക്കെ കല്ല് പറക്കി എറിയുന്ന സമയമാണ്, അന്ന് ശുശ്രൂഷകരെയൊക്കെ ഓടിക്കുന്ന കാലമാണ്. അദ്ദേഹം എങ്കിലും പലയിടത്തും പോയി ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങി വീട്ടിൽ വരുമ്പോൾ തൻ്റെ ഭാര്യ, ഞാൻ ഓർക്കുന്നത് ശരിയാണെങ്കിൽ തൻ്റെ ഭാര്യ ഗർഭവതിയായിരുന്നു, കുഞ്ഞിനെ ക്യാരി ചെയ്യുമായിരുന്നു. തൻ്റെ ഭാര്യ മയങ്ങി തറയിൽ കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അദ്ദേഹം വെള്ളമൊക്കെ എടുത്ത് മുഖത്ത് തളിച്ച് ഭാര്യ എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് ഭാര്യയോട് ചോദിച്ചു, ആ സഹജേ എന്ന് വിളിച്ചത് ഭാര്യയാണ്, സഹജേ എന്ന് വിളിച്ചത് ഭാര്യയാണ്. എന്നിട്ട് ഭാര്യയോട് ചോദിച്ചു, എന്നാ പറ്റി? പുള്ളിക്കാരി പറഞ്ഞു, ഭക്ഷണം ഇല്ല, ഭക്ഷണം കഴിക്കാനില്ല, ഫുഡില്ല. ഇങ്ങനെയാണ് ആ കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്ന സമയമാണ്, ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയമാണ്. ഒരു കുഞ്ഞ് ജനിച്ച കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്ന സമയമാണ്, ഭക്ഷണമില്ല. അപ്പോൾ ഉടനെ ഈ മനുഷ്യൻ ഓടി അടുക്കളയിൽ കയറി അരിപ്പാത്രമൊക്കെ തുറന്നു നോക്കിയപ്പോൾ ഒരു തനി അരിയില്ല. തേയിലപ്പാത്രം എടുത്ത് നോക്കിയപ്പോൾ ആ പാത്രത്തിനകത്ത് ഒരു സ്പൂൺ തേയില കിടപ്പുണ്ട്. തളർന്നു കിടക്കുന്ന ഭാര്യ ആ പായിലേക്ക് വീണ്ടും കിടത്തിയിട്ട കുഞ്ഞിനെ കിടത്തിയിട്ട് വെള്ളം തിളപ്പിച്ച് ഈ തേയില അതിനകത്തിട്ട്, പഞ്ചസാര ഇടാനില്ല, അതൊന്ന് ആറ്റിയെടുത്ത് അതിൻ്റെ ഒന്ന് ചൂട് മാറ്റി തൻ്റെ ഭാര്യയുടെ അരികിൽ കൊണ്ടുവന്ന് ഒരു സ്പൂണിനകത്ത് ഇത് വായിലേക്ക് ഇങ്ങനെ വെച്ച് ഒഴിച്ചു കൊടുക്കുമ്പോൾ ആദ്യം അദ്ദേഹം എഴുതിയത് ഈ വരിയാണ്, കൈപ്പുള്ള വെള്ളം കുടിച്ചിടിലും കൽപ്പന പോലെ നടന്നിടണം. കൈപ്പുള്ള വെള്ളം കുടിച്ചിടിലും കൽപ്പന പോലെ നടന്നിടണം. ഏൽപ്പിക്കയില്ലവൻ ശത്രു കയ്യിൽ, സ്വർപ്പൂരം നീ, ഭാര്യയോടെ പറഞ്ഞേ, സ്വർപ്പൂരം നീ അണയും വരയും അഴലേറും
ജീവിതമരുവിൽ ഭാര്യയോട് പറയുന്നു, നീ തളരുകയോ ഇനി സഹജേ, അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. ഈ തേയിലവെള്ളം ഭാര്യയ്ക്ക് കൊടുത്ത് ഒന്ന് എഴുന്നേപ്പിച്ച് തൻ്റെ വേദപുസ്തകം എടുത്ത് താൻ പ്രാർത്ഥനാ മുറിയിലേക്ക് ഓടിപ്പോയി. മുട്ടം ഗീവർഗീസ് അപ്പച്ചൻ പറഞ്ഞത് 2 ദിവസത്തിനകത്ത് 2 പാട്ടുകളാണ് ദൈവം അദ്ദേഹത്തിന് കൊടുത്തത്. ഈ പാട്ട് ആ ഭാര്യ തളർന്നു കിടക്കുന്ന കാഴ്ചയുടെ മുൻപിൽ താൻ എഴുതിയ വരികളാണ്. വിശ്വാസത്തിന് വേണ്ടി താൻ ഉറച്ചു നിൽക്കും എന്ന് താൻ വീണ്ടും പ്രഖ്യാപിക്കുകയാണ്. ട്രാക്ക് വിട്ട് ഞാൻ പോകില്ല, ട്രാക്ക് വിട്ട് ഞാൻ പോകില്ല, ട്രാക്ക് വിട്ട് ഞാൻ പോകില്ല. കാർമുകിലേറെ കരേറിടിലും കാണുന്നുണ്ടേ മഴവില്ലതിന്മേൽ. മഴവില്ലെന്ന് പറയുന്നത് വാഗ്ദത്തമാണ്. ഇന്നത്തെ കാർമുകിലുകൾ എൻ്റെ മുമ്പിൽ ഇരച്ചു കയറി നിൽക്കുമ്പോഴും ഈ കാർമുകിലിനപ്പുറത്തൊരു മഴവില്ല് പറയുന്നു, ഇല്ല, മഴ പെയ്യില്ല. പ്രാർത്ഥനാ മുറിയിൽ അദ്ദേഹം കയറിപ്പോയിരുന്ന് പ്രാർത്ഥിച്ചു, ദൈവത്തോട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തൻ്റെ വാതിലാരോ മുട്ടുന്നതായിട്ട് കേട്ടു. സാധാരണ അദ്ദേഹം ഭയപ്പെട്ടു. സുവിശേഷ വിരോധികൾ വല്ലതും തന്നെ ആക്രമിക്കാൻ വന്നതാണോ? താൻ ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പോയി സുവിശേഷം അറിയിച്ചെടുത്ത് ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നതാണോ? താൻ കതക് തുറന്ന് നോക്കിയപ്പോൾ പോസ്റ്റ്മാനാണ്. പോസ്റ്റ്മാൻ, അന്നത്തെ കാലത്തെ പോസ്റ്റ്മാൻ മണി ഓർഡറുമായിട്ട് വന്നിരിക്കുന്നു. തനിക്ക് ഒരു പരിചയമില്ലാത്ത ഒരാള്, ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 700 600 രൂപ മണി ഓർഡറായിട്ട് അയച്ചിരിക്കുന്നു. തനിക്കറിയില്ല എവിടുന്ന ഇത് വന്നതെന്ന്. താൻ ആ പൈസയുമായി ഓടി ചന്തയിലേക്ക് ചെന്ന് അരിയും സാധനങ്ങളും എല്ലാം മേടിച്ചുകൊണ്ട് വന്ന് ഭക്ഷണം പാചകം ചെയ്തിട്ട് ആ ഭക്ഷണമേശയിൽ ഇരുന്നുകൊണ്ട് താൻ വേറൊരു പാട്ട് എഴുതി. അതിതാണ്, സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിയിടും നിശ്ചയമേ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിയിടും നിശ്ചയമേ. ഒന്നിലും പതറിയിടരുതേ, കണ്ണീരിൻ വഴി പോയിടിലും. ഒന്നിലും പതറിയിടരുതേ, കണ്ണീരിൻ വഴി പോയിടിലും. മന്നരിൽ മന്നവൻ നമ്മോടു കൂടെ, എന്നും അവൻ നമ്മെ വഴി നടത്തോ. മന്നരിൽ മന്നവൻ നമ്മോടു കൂടെ, എന്നും അവൻ നമ്മെ വഴി നടത്തോ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിയിടും നിശ്ചയമേ. സ്തോത്രഗീതം പാടുക നീ മനമേ. അറിയാവുന്നവർ പാടിയേ. കർത്തൻ ജയം നൽകിയിടും നിശ്ചയമാ. താഴ്ചയിൽ എന്നെ ഓർത്തവനെ, വീഴ്ച എന്നെ കാത്തവനെ. താഴ്ചയിൽ എന്നെ ഓർത്തവനെ, വീഴ്ച എന്നെ കാത്തവനെ. കാഴ്ചയാലല്ല വിശ്വാസത്താലേ, വാഴ്ചയേകി നിത്യം ചേർത്തവനെ. കാഴ്ചയാലല്ല വിശ്വാസത്താലേ, വാഴ്ചയേകി നിത്യം ചേർത്തവനെ. ഒന്നിലും പതറിയിടരുതേ, കണ്ണീരിൻ വഴി പോയിടിലും. ഒന്നിലും പതറിയിടരുതേ, കണ്ണീരിൻ വഴി പോയിടിലും. മന്നരിൽ മന്നവൻ നമ്മോടു കൂടെ, എന്നും അവൻ നമ്മെ വഴി നടത്തും. മന്നരിൽ മന്നവൻ നമ്മോടു കൂടെ, എന്നും അവൻ നമ്മെ വഴി നടത്തും. ശത്രുവിൻ തല തകർത്തവനെ, മാത്രയിൽ ജയം തന്നവനെ. ശത്രുവിൻ തല തകർത്തവനെ, മാത്രയിൽ ജയം തന്നവനെ. ശത്രു മുൻപാകെ വേശ്യയൊരുക്കും, മിത്രനമേശുവേ സ്തുതി മനമേ. ശത്രു മുൻപാകെ വേശ്യയൊരുക്കും, മിത്രനമേശുവേ സ്തുതി മനമേ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിയിടും നിശ്ചയമേ. മണിക്കൂറുകൾക്കകത്ത് മനമേ,
ജയം നൽകിടും നിശ്ചയമാ. അഴലേറും ജീവിതമരിവിൽ നീ തളരുകയോ സഹജ എന്ന വരികൾ മണിക്കൂറുകൾക്കകത്ത് മാറി മറിയുകയാണ്. ആമേൻ. കണ്ണുനീരിന്റെ ഗാനത്തിനോട് ചേർന്ന് ഒരു ആരാധനയുടെ ആരവം ആ വീട്ടിൽ ഉയരുകയാണ്. ഇന്ന് ഞാൻ ഈ വരികളൊക്കെ പാടുമ്പോ ഒന്നിലും പതറിയിടരുതേ, കണ്ണീരിൻ വഴി പോയിടിലും. ഇങ്ങനൊക്കെ ജീവിച്ച് കാണിച്ച കുറെ ഭക്തന്മാരുണ്ട്. ഈ അപ്പച്ചൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഞങ്ങളുടെ കല്യാണം അപ്പച്ചനെ ബ്ലസ് ചെയ്തു. കൊട്ടാരക്കര ചർച്ച 3 or 4 തവണ വന്ന് ശുശ്രൂഷിച്ചു. ഞങ്ങളുടെ എക്വിപ്പിംഗ് ലീഡർഷിപ്പ് പ്രാർത്ഥിച്ച് ആരംഭിച്ചത് അപ്പച്ചനാണ്. ഇത് ഞങ്ങളെ പോലുള്ള ഒരു തലമുറ ഇങ്ങനെ ദൈവാനുഗ്രഹങ്ങളും നന്മകളും ഒക്കെ അനുഭവിക്കുന്നതിന്റെ കാരണം ഇവരെ പോലുള്ള ഒരു തലമുറ കാരണം. നമുക്ക് മുമ്പേ ഓടിയവർക്കായിട്ടൊന്ന് സ്തോത്രം ചെയ്യാം. നമുക്ക് മുമ്പേ ഓടിയവർക്കായിട്ടൊന്ന് സ്തോത്രം ചെയ്യാം. നമുക്ക് മാതൃക വെച്ച് ഓടിയവർക്കായി കർത്താവിനോടൊന്ന് നന്ദി പറയാം. ഒന്നിലും പതറിയിടരുതേ. ചെറിയ കാര്യത്തിൽ പിണങ്ങുന്ന, കൊച്ചു കാര്യത്തിൽ ഇന്ന് പകൽ മുഖം വീർപ്പിച്ചിരിക്കുന്ന നിന്നോട് തന്നെയാ കർത്താവ് പറയുന്നത്. ഒന്നിലും പതറിയിടരുതേ, കണ്ണീരിൻ വഴി പോയിടിലും. കാരണം എന്നാ? മന്നരിൽ മന്നവൻ നിന്നോടു കൂടെ, എന്നും അവൻ നമ്മെ വഴി നടത്തും. ഉറപ്പുണ്ടോ? ഞാൻ വീണ്ടും ഈ പദം ആവർത്തിക്കുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമാകുന്ന യേശുവിനെ നോക്കിയാണ് നിങ്ങളുടെ ഓട്ടമെങ്കിൽ ഒരിക്കലും ഒരു കാരണവശാലും നിങ്ങൾ ലക്ഷ്യത്തിൽ എത്താതിരിക്കില്ല, വാഗ്ദത്തത്തിൽ എത്താതിരിക്കില്ല, നിന്നെ നിന്റെ കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കാതിരിക്കില്ല. ഇനി അന്ന് ഈ അഴലേറും ജീവിതമരിവിൽ നീ തളരുകയോ സഹജയെന്ന് അദ്ദേഹം ആ പാട്ട് എഴുതുന്ന സമയത്ത് അമ്മയുടെ മുലപ്പാൽ കുടിച്ചുകൊണ്ടിരുന്ന ഒരു കുഞ്ഞുണ്ട്, ഒരു മകൻ. ആ മകനെ ഞാൻ കണ്ടിട്ടുണ്ട് ബഹ്റിനിൽ വെച്ച്. ബഹ്റിൻ IPC ചർച്ചിൻ്റെ സെക്രട്ടറിയോ ഒരു പ്രധാന ചുമതലയില്ല ആ സഹോദരൻ, ബോസ് എന്നങ്ങാണ്ട് അദ്ദേഹത്തിൻ്റെ പേര്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ആ ബഹ്റിനിൽ മലയാളികളുടെ ഇടയിൽ ഏറ്റവും ഉയർന്ന ശമ്പളം വാങ്ങി ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആ അപ്പച്ചൻ്റെ തലമുറകളെ ദൈവം മാനിച്ചു എന്നുള്ളത്. ഞാൻ ഈ പുസ്തകത്തെ നെഞ്ചോട് വെച്ച് നിനക്ക് ഉറപ്പ് തരാം, ഇത് സത്യസന്ധമായി എടുത്ത ഒരുത്തനും. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമാകുന്ന യേശുവിനെ നോക്കി ഓട്ടസ്ഥിരതയോടെ ഓടണം. ഈ പൗലോസരുടെ അടുത്ത് പറയുന്ന ഒരു ഭാഗമുണ്ട്. നിങ്ങൾ ഒരിക്കൽ നന്നായി ഓടിയിരുന്നു. അത് ഗലാത്യർ 5:7 അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. മോനെ ആ വാക്യം എനിക്കൊന്ന് കാണണം. നിങ്ങൾ നന്നായി ഓടിയിരുന്നു, സത്യമനുസരിക്കാതിരിപ്പാൻ നിങ്ങളെ ആർ തടുത്തു കളഞ്ഞു. അങ്ങനൊരു കാലഘട്ടം ഉള്ളവരുണ്ട്. ഒരു സമയത്ത് അവര് നല്ല ഭംഗിയായിട്ട് ഓടിയവരാണ്, ആരും മിണ്ടുന്നില്ല. മാതൃക വെച്ച് കൃത്യമായി ഓടിയവരാണ്. പക്ഷേ എവിടെയോ ചില അനീതികൾ, ചില തിന്മകൾ, ചില ജഡീക പ്രവൃത്തികൾ, ചില ജഡീക മോഹങ്ങൾ അവരുടെ ഓട്ടത്തെ തടുത്തു കളഞ്ഞു. 8ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, ഇങ്ങനെ നിങ്ങൾ അനുസരിപ്പിച്ചത് നിങ്ങളെ വിളിച്ചവന്റെ പ്രവൃത്തി അല്ല. നിങ്ങളെ വിളിച്ച കർത്താവ് ഇങ്ങനെ ഓടാനല്ല നിങ്ങളെ വിളിച്ചത്, സ്ഥിരതയോടെ ഓടാനാണ്. പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളൊരു ഉപദേശം ആഗ്രഹിച്ചിരിക്കുന്ന സ്റ്റേജിലിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളോടും ജോയ്സ് സാറിനോടും പാസ്റ്ററിനോടുമില്ല, ഒരിക്കലും നമ്മൾ പറയാൻ ഇടവരരുത് ഒരു സമയത്ത് പുള്ളി ഭയങ്കരമായിരുന്നു, അങ്ങനെ ഒരിക്കലും പറയാൻ ഇടവരരുത്.
നിന്റെ അവസാന ശ്വാസം വരെ. ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ റെയ്നാർഡ് ബോങ്കയൊക്കെ വർഷങ്ങളായി ആഫ്രിക്കയിൽ ശുശ്രൂഷ ചെയ്ത വ്യക്തിത്വങ്ങളാണ്. ഒത്തിരി പൈശാചിക പോരാട്ടങ്ങളെ നേരിട്ടവരാണ്. റെയ്നാർഡ് ബോങ്കെ മരിക്കുന്നതിന് മാസങ്ങൾ മുൻപ് ഫ്ലോറിഡയിൽ വെസ്റ്റ് പാം ബീച്ച് എന്ന സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തിൻ്റെ ഇൻവിറ്റേഷൻ അനുസരിച്ച് അവിടെ ചെന്ന് അദ്ദേഹം എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് ആ അഭിഷേകത്തിൻ്റെ ഇമ്പാർട്ടേഷൻ്റെ ആ ഒരു സത്യത്തിൽ ആ ഒരു ഹാങ് ഓവർ മാറാൻ 2 ദിവസം എടുത്തു. അത്ര മരിക്കുന്നതിനും ആഴ്ചകളും മാസങ്ങളും നിൽക്കുമ്പോഴും തൻ്റെ മേളിൽ കിടക്കുന്ന അഭിഷേകത്തെ കളഞ്ഞു കുളിക്കാതെ അസാധാരണം. അങ്ങനെ ഞാൻ ബഹുമാനിക്കുന്ന ഒത്തിരി ദൈവദാസന്മാരുണ്ട്. കർത്താവിൻ്റെ അഭിഷിക്തൻ പാസ്റ്റർ എം എ വർഗീസ്, അദ്ദേഹത്തിൻ്റെ 2 തലമുറകളും കർത്താവിൻ്റെ ശുശ്രൂഷയിൽ നിൽക്കുന്നു. അദ്ദേഹം ഈ പ്രായത്തിലും പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്നു. ഈ പ്രായത്തിലും പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുന്നു. അദ്ദേഹത്തിൻ്റെ സഭയെ ദൈവം വളർത്തുന്നു. അവർ ഈ നിമിഷം വരെയും അവരുടെ ഓട്ടം ഒരു കൃത്യമായിട്ട് ഓടി. എനിക്ക് മുമ്പേ ഓടിയവർക്കായി സ്തോത്രം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് അതിൻ്റെ 7-ാം വാക്യത്തിൽ പറയുന്നൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങൾ നന്നായി ഓടിയിരുന്നു. ഒരു പാസ്റ്റ് ടെൻസ് ആണത്. ഗലാത്യ സഭയോട് പറയുന്നത് ഒരു കഴിഞ്ഞകാല ലൈഫാണ്. നിങ്ങളെക്കുറിച്ച് അങ്ങനെയാണോ ദൈവം പറയുന്നത്? അതോ ഇപ്പോഴും നിങ്ങൾ നന്നായി ഓടുന്നുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം, നിങ്ങളുടെ വിശ്വാസ ജീവിതം ശക്തമായി നയിക്കുന്നുണ്ടോ? പാപത്തോടും ലോകത്തോടും കോംപ്രമൈസ് ചെയ്യാതെ നിങ്ങൾ കർത്താവിന് വേണ്ടി നിലകൊള്ളുന്നുണ്ടോ? അതോ നേരത്തെ പണ്ട് ഭയങ്കരമായിരുന്ന പുള്ളി അതാണോ? ഒരിക്കലും അങ്ങനെ പറയല്ലേ പ്രിയ മക്കളെ. ഈ ഓട്ടം ഓടി ഹഡിലുകൾ ചാടി ഓടി കർത്താവ് തരുന്ന കൃപയ്ക്കൊത്തവണ്ണം ഓടി അവൻ്റെ സന്നിധിയിൽ ചെന്ന് അങ്ങ് അണച്ച ആ പാദത്തിലോട്ടങ്ങ് വീഴണം. പറയാൻ കഴിയണം, ഞാൻ നല്ല പോർ പൊരുതി, ഞാൻ എൻ്റെ ഓട്ടം തികച്ചു. ഞാൻ എന്ത് വിശ്വസിച്ചോ ആ വിശ്വാസം ഞാൻ കാത്തു. എനിക്ക് ന്യായവിധിയല്ല, നീതിയുടെ കിരീടം എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി വെച്ചിരിക്കുക. സ്തോത്രം ചെയ്യാവോ? കർത്താവിന് നന്ദി പറയാവോ? എന്നെ വീണ്ടും ആ വാക്യം കർത്താവ് കാണിക്കുകയാണ്. 2 വാക്യങ്ങൾ. ഒന്ന്, ഈ ഓട്ടത്തിൽ പിൻപിലുള്ളത് മറക്കണം. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം ഓർക്കേണ്ടത് ഓർക്കുകയില്ല, മറക്കേണ്ടത് മറക്കുകയില്ല. സ്തോത്രം. പിൻപിലുള്ളത് മറക്കണം, ശക്തമായി ഓടണം. പ്രാർത്ഥനാ ജീവിതമൊക്കെ ഇച്ചിരി വീക്കായിട്ടിരിക്കുക എന്നറിയാം. പഴയതുപോലൊന്നും അങ്ങോട്ട് ആരാധിക്കുന്നില്ല. അങ്ങനെ ആകരുത്. ദൈവം അയച്ചിരിക്കുന്ന ഒരു ഉണർവിൻ്റെ ഒരു പാറ്റേൺ ഉണ്ട്. ആ തീ കർത്താവിൻ്റെ വരവ് വരെ കത്തണം. അത് അടുത്ത തലമുറകളിലേക്ക് കത്തിക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അവസാനം വരെയും ഒരു തീ കഷ്ണമായി കർത്താവിന് വേണ്ടി നിൽക്കണം. മുമ്പ് പുള്ളി ഭയങ്കരമായിരുന്നെന്നല്ല. മുമ്പ് പുള്ളി നിങ്ങൾ നന്നായി ഓടിയിരുന്നു. കണ്ടോ? നിങ്ങൾ നന്നായി ഓടിയിരുന്നു. അതൊരു പാസ്റ്റ് ടെൻസ് ആണ്. നിങ്ങൾ നേരത്തെ സഭയോട് ഭയങ്കര കൂറുള്ളവരായിരുന്നു. നിങ്ങൾ നേരത്തെ കർത്താവിന് വേണ്ടി നിന്നവരായിരുന്നു. ഒരിക്കലും കർത്താവ് പറയാനിട വരുന്നത് നിങ്ങളെ ആർ തടുത്തു കളഞ്ഞു? നിങ്ങളുടെ ഉത്സാഹത്തെ ആരെടുത്തു കളഞ്ഞു? നിങ്ങളുടെ ആ ഓട്ടത്തിന്റെ വേഗത ആര് കുറച്ചു? അതേത് ശക്തിയാണെങ്കിലും പുടഞ്ഞെറിഞ്ഞ് അതിന്റെ മേലൊരു ജയമെടുക്കണം. ഓന്ന് കൈകൾ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട്, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട്, ലേസായി എന്ന് വെച്ചാൽ അതിനെ സൈഡിലേക്ക് വലിച്ചെറിഞ്ഞ്, എറിഞ്ഞതിലേക്ക് തിരിഞ്ഞു നോക്കാതെ, വിട്ടിറങ്ങിയതിലേക്ക് തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായി പോയ ലോത്തിന്റെ ഭാര്യയെ പോലാകാതെ ലേസായി
എൻ്റെ ഓട്ടത്തെ തടയുന്ന, എൻ്റെ ഓട്ടത്തെ വേഗതയെ കുറയ്ക്കുന്നത് എന്നാ സാധനമാണെങ്കിലും, അതിന് സ്വർണ്ണക്കട്ടിയാണെങ്കിലും ലേസായിട്ട് ഞാനതിനെ വലിച്ചെറിയാൻ തയ്യാറാകണം. സകല ഭാരം കർത്താവിൻ്റെ കൊടുക്കണേ കേട്ടോ. ഞാൻ തുറന്നു പറയുന്നത്, ഈ എത്ര ഇന്റർനാഷണൽ അപ്പോസ്തലനെ അഭിഷിക്തനെ കൊണ്ടുവന്ന് തലയ്ക്ക് പിടിപ്പിച്ച് പ്രാർത്ഥിച്ചാലും ഒന്ന് ഞാൻ ചെയ്യുന്നു, അത് വേറെ ആരും എനിക്ക് വേണ്ടി ചെയ്യില്ല. പിൻപിലുള്ളതിനെ മറക്കുന്നു. എൻ്റെ അകത്തെ എല്ലാ ഭാരങ്ങളും കർത്താവിനെ കൊടുത്ത് ഞാനങ്ങ് സന്തോഷിക്കാൻ തീരുമാനിക്കുക. എൻ്റെ ലൈഫ് ഞാനങ്ങ് സന്തോഷിക്കാൻ തീരുമാനിക്കുക. ഞാൻ ദൈവത്തിന് വേണ്ടി നിൽക്കാനങ്ങ് തീരുമാനിക്കുക. ഞാൻ ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നാൽ ഒരു ശക്തിക്കും എന്നെ ദുഃഖിപ്പിക്കാൻ കഴിയത്തില്ല. പ്രിയപ്പെട്ടവരെ, കഴിയത്തില്ല. ഉറപ്പാ. എത്ര പേര് അതിന് ആമീൻ പറയാനുണ്ട്? ആ ലഗേജ് എല്ലാം ഇന്ന് കർത്താവിൻ്റെ കൊടുക്കണം. 2, ഞാൻ റിജോയ് സാറെ വേഗം 2, മുറുകെ പറ്റുന്ന പാപം, സകല ഭാരവും. ഈ ഭാരം നമ്മുടെ ജീവിതത്തിൻ്റെ വേഗതയെ കുറയ്ക്കും. ഓടാൻ പറ്റും, വേഗതയെ കുറയ്ക്കും. പക്ഷേ മുറുകെ പറ്റുന്ന പാപം വേഗതയെ കുറയ്ക്കുകയല്ല ചെയ്യുന്നത് കേട്ടോ, എത്തിക്കുകയല്ല. മനസ്സിലായില്ലല്ലേ? ഈ ഭാരവും വെച്ചോണ്ട് ഇങ്ങനെ ഓടി വലിയ സ്പീഡൊന്നും ഇല്ലേലും അങ്ങ് എത്താം, ഒരു പരുവത്തിനെത്താം. പക്ഷെ ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റുകയല്ല. ലൈഫ് എൻജോയ് ചെയ്യാനേ പറ്റുകയില്ല. എല്ലാം ജനിച്ച കാലം, ചില അമ്മമാർ പറയുന്ന കേട്ടില്ലേ, 70 ജനിച്ച കാലം മുതൽ തുടങ്ങിയതാ എൻ്റെ പൊന്നു ബ്രദറേ ഈ ഭാരം, മരിക്കുന്നത് വരെയും കാണുമെന്ന് തോന്നുന്നു. എൻ്റെ പൊന്നമ്മേ, ഇത് കർത്താവിൻ്റെ കയ്യിലൊന്ന് കൊടുത്തേ. ഇതും കൊണ്ട് നടക്കാൻ ആരാ പറഞ്ഞു? ഒന്ന് ഫ്രീ ആയി. പക്ഷെ പാപത്തിൻ്റെ സ്ഥിതി അതല്ല. അത് മുറുകെ പറ്റുന്ന പാപം എന്ന് പറഞ്ഞാൽ ഞണ്ട് കയറി പിടിക്കുന്ന കണ്ടിട്ടുണ്ടോ? അത് മുറുകെ പറ്റുന്ന പാപവും. അങ്ങനെ എന്തെങ്കിലും കയറി പിടിച്ചിരിപ്പുണ്ടെങ്കിൽ തട്ടി എറിയണം. കൈക്കകത്തോട്ടൊരു ചെലന്തി കയറിയാൽ അതിനെ കുടഞ്ഞെറിയുന്നത് പോലെ, പൗലോസിന്റെ കയ്യിൽ അണലി ചുറ്റിയപ്പോൾ അവനെ തീയിലേക്ക് കുടഞ്ഞു കളഞ്ഞതുപോലെ, ഇന്ന് പകൽ നിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നിന്നെ വിടാതെ പിടിച്ചേക്കുന്ന, ഇത് നിന്നെ വിടാതെ പിടിച്ചേക്കുന്ന ആ പാപത്തെ, ആ പാപ സ്വഭാവത്തെ ഇന്ന് പകൽ നീ കുടഞ്ഞെറിയണം. കരങ്ങൾ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ് കുടഞ്ഞെറിയണം. ഈ മുറുകെ പറ്റുന്ന പാപം എന്നാന്നൊന്ന് പറഞ്ഞയച്ചു പോകാം. ഭാരമുള്ളവരൊക്കെ ഒന്ന് കൈ ഉയർത്തി, ധൈര്യമായിട്ട് ഉയർത്തിക്കുക. എന്തെങ്കിലുമൊക്കെ ഭാരമായിട്ട് വന്നേക്കുന്നവർ, ഈ ഭാരം നമുക്ക് കർത്താവിൻ്റെ കൊടുക്കാം. പറഞ്ഞ് ഭാരം കർത്താവിൻ്റെ കൊടുക്കാം. മനസ്സിലായോ? നമുക്ക് പ്രാർത്ഥനയിൽ ഇത് ദൈവത്തിന് കൈമാറാം. ഉറപ്പായിട്ടും നമ്മൾ കുറേ സമയം നമ്മുടെ വിഷമങ്ങൾ കർത്താവിൻ്റെ സന്നിധി പറയുമ്പോൾ നമ്മൾ ഫ്രീ ആവും. ഫ്രീ ആയിട്ടുള്ളവരൊരു ആമേൻ പറഞ്ഞേ. കർത്താവിൻ്റെ കയ്യിൽ മാത്രമല്ല നമ്മൾക്ക് ഭാരം കൊടുക്കാൻ പറ്റുന്നത്. വേദപുസ്തകത്തിനകത്ത് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ, ഗലാത്യർ 6:2 പൗലോസ് പറയുന്നുണ്ട്, തമ്മിൽ ഭാരങ്ങളെ ചുമക്കുവീൻ, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിക്കുവീൻ. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിന് പ്രയാസമോ വിഷമോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഭാരം കർത്താവിൻ്റെ ദാസനോടൊന്ന് പറയാം. നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളിനോട്, നിങ്ങളെ ചതിക്കാത്ത ഒരാളിനോട് നിങ്ങളുടെ ഭാരത്തെ, നിങ്ങളുടെ വിഷമത്തെ, അങ്ങനെ തമ്മിൽ നമുക്ക് ഭാരങ്ങളെ ചുമക്കാൻ പറ്റണം. ആരും മിണ്ടുന്നില്ല. ഹല്ലേലൂയ. അപ്പോൾ അതിൻ്റെ വെയിറ്റ് അങ്ങ് കുറയും. കുറച്ചൊരു പുള്ളിയും കൂടെ അങ്ങോട്ട് എടുത്ത് കഴിയുമ്പോഴത്തേന് അതിൻ്റെ വെയിറ്റ് കുറയും. അപ്പം നിങ്ങളുടെ നെഞ്ചത്തിരിക്കുന്ന ഒരു കത്തിയുമായിട്ടായിരിക്കും കർത്താവിൻ്റെ ദാസൻ്റെ അരികിൽ വരുന്നത്. കണ്ട പാസ്റ്ററെ, എൻ്റെ നെഞ്ചിലൊരു കത്തിയിരിക്കുന്ന കണ്ടോ എന്നും പറഞ്ഞൊരു സംഭവമായിട്ടായിരിക്കും പാസ്റ്ററൊക്കെ വരുന്നത്. നിങ്ങൾ വന്ന് കരയും പറയുകയും ചെയ്യുക, ഇതിനെക്കുറിച്ച് പറയുക. നിങ്ങൾ കാണുന്നില്ല, അദ്ദേഹത്തിൻ്റെ മുതുകത്ത് 5 കത്തി ഇരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കരുതും അവർക്ക് ഭാരമില്ലെന്ന്. അവർക്കും ഭാരമുണ്ട്. ഇപ്പോൾ ടിനു പാസ്റ്റർ അടുക്കൽ, റിജോയ് സാറിൻ്റെ അടുക്കൽ വന്ന് നിങ്ങളുടെ വിഷമം പറയുമ്പോൾ നിങ്ങൾ കരുതരുത് അവർക്ക് വിഷമമില്ലെന്ന്. അവരും പല കാര്യങ്ങളെയും ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പ്രാർത്ഥിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഭാരങ്ങൾ ചുമക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ്. ഹല്ലേലൂയ. കുറച്ച് വെയിറ്റ് നിങ്ങളോട് അങ്ങ് എടുത്തുകൊണ്ട് പോയാൽ, ഈ കർത്താവിൻ്റെ ദാസൻ്റെ കുറച്ച് ആവശ്യങ്ങൾ നിങ്ങളോട് എടുത്തുകൊണ്ട് പോയി അങ്ങ് പ്രാർത്ഥിച്ചാൽ, നിങ്ങളുടെ വിഷയം ഞങ്ങളോട് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാൽ, അങ്ങനെ പരസ്പരം പ്രാർത്ഥിക്കുകയും പരസ്പരം കരുതുകയും പരസ്പരം ഭാരങ്ങളെ ചുമക്കുകയും ചെയ്യാനാണ് കർത്താവ് സഭയെ
ഒന്ന് കൈയടിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞേ വച്ചിരിക്കുന്നു. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഇവിടെ Hallelujah. 1 കൊരിന്ത്യർ 6:11 വാക്യം, നിങ്ങൾ ചിലർ ഈ വകക്കാരായിരുന്നെങ്കിലും നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചു. നിങ്ങൾ നേരത്തെ ഇതുമായിട്ട് നടന്നവരാണ്, ഇതുമായിട്ട് സഞ്ചരിച്ചവരാണ്, പക്ഷെ ഇപ്പോൾ നിങ്ങൾ അതല്ല. ആ ഉറപ്പുള്ളവരൊരു ആമീൻ പറയാവോ മോനെ? അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം എന്നെ ഒന്ന് കാണിക്കൂ. 18-ാമത്തെ വാക്യം, ദുർനടപ്പ് വിട്ട് ഓടുവീൻ. എങ്ങനെയാ ഓടണ്ടിയേ? ദുർനടപ്പും കൊണ്ടല്ല ഓടണ്ടിയേ. ഓടുന്ന സ്തോത്രം, ഓടേണ്ടത് ദുർനടപ്പുമായിട്ടല്ല, ദുർനടപ്പ് വിട്ടേച്ച് ഓടണം. അതായത് സ്ഥിരതയോടെ ഓടുക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു. ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. അതെന്നതാ? 19-20 വാക്യങ്ങൾ നോക്കി. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൽ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ലെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? 20-ാമത്തെ വാക്യം പറയുന്നു, ആകയാൽ നിങ്ങൾ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും. സ്വന്തം കൈ സ്വന്തം ശരീരത്തൊന്ന് വെച്ചേ. എൻ്റെ ശരീരം ദുർനടപ്പിനല്ല, എൻ്റെ കണ്ണുകൾ ദുർനടപ്പിനല്ല, എൻ്റെ ചെവി ദുർനടപ്പിനുള്ളതല്ല. എൻ്റെ ശരീരം കർത്താവിൻ്റെ മന്ദിരമാണ്. അത് കർത്താവിൻ്റെ മന്ദിരമാണ്. അത് കർത്താവിൻ്റെ മന്ദിരമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ മന്ദിരത്തിൽ വസിക്കുന്നു. യേശുവിൻ്റെ രക്തം ഈ മന്ദിരത്തെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ഞാൻ എനിക്കുള്ളവനല്ല. പറഞ്ഞേ, ഞാൻ എനിക്കുള്ളവളല്ല, ഞാൻ എനിക്കുള്ളവനല്ല, ഞാൻ കർത്താവിനുള്ളവളാണ്. ഹല്ലേലൂയ. അതിനകത്ത് പ്രധാനമായും പൗലോസ് പറയുന്ന ഒരു 10 കൂട്ടം കാര്യങ്ങളുണ്ട്. വായിക്കാൻ നേരെയില്ല. അതിൻ്റെ 6-ാമത്തെ 1 കൊരിന്ത്യർ 6:9 മുതൽ വായിക്കുമ്പോൾ പൗലോസ് എടുത്തു പറയുന്ന 10 കൂട്ടം കാര്യങ്ങളുണ്ട്. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, മുറുകെ പറ്റുന്ന പാപങ്ങളായത്, വിടേണ്ട സാധനങ്ങളായത്, ദുർനടപ്പ്, വിഗ്രഹാരാധന, വ്യഭിചാരം, സ്വയഭോഗികൾ, പുരുഷകാമികൾ, പിന്നെ കള്ളന്മാർ, അത്യാഗ്രഹികർ, മദ്യപാന്മാർ, വാവിഷ്ണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ദുർനടപ്പുകാരൻ, വിഗ്രഹാരാധി, വ്യഭിചാരി, സ്വയഭോഗം ചെയ്യുന്നവൻ, പുരുഷകാമി, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപാനികൾ, വാവിഷ്ണക്കാർ, പിടിച്ചുപറിക്കാർ ദൈവരാജ്യം അവകാശമാക്കുകയില്ലെന്ന് പുസ്തകം പറഞ്ഞാൽ ആക്കുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുറുകെ പറ്റുന്ന പാപങ്ങൾ എന്തെങ്കിലും ജീവിതത്തിൽ ഉണ്ടോയെന്ന് നോക്കണം. ഞണ്ടിറുക്കി പിടിച്ചിരിക്കുന്നത് പോലെ നിന്നെ പിടിച്ചിരിക്കുന്ന, നിന്നെ വിടാതെ പിടിച്ചേക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഇന്നൊന്ന് കുടഞ്ഞെറിയണം. ഓ താങ്ക് യു ലോർഡ് ജീസസ്. ഒന്ന് കുടഞ്ഞെറിയണം എന്ന്. ഇന്ന് അതിനെ ഒന്ന് കുടഞ്ഞെറിയണം. യേശുവിൻ്റെ നാമത്തിൽ അതിനെ ഒന്ന് കുടഞ്ഞെറിയണം. 1 കൊരിന്ത്യർ 9 പെട്ടെന്ന് വായിക്കുക. 1 കൊരിന്ത്യർ 9 24, 25, 26 വാക്യങ്ങളിൽ പൗലോസ് പറയുന്നു, ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നെങ്കിലും ഒരുവനെ വിരുദ് പ്രാപിക്കുന്നുള്ളതെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിക്കാൻ തക്കവണ്ണം ഓടുവീൻ. അംഗം പൊരുതുന്നവരൊക്കെയും സകലത്തിനും വർജനമാചരിക്കുന്നു. അവർ വാടുന്ന കിരീടമോ നാമോ വാടാത്ത എന്ന് പറഞ്ഞാൽ എന്നാ? ഈ ഓട്ടക്കാരൊക്കെ സകലത്തിൽ വർജനം ആചരിക്കുന്നവർ. അവർക്ക് എല്ലാ ഫുഡും കഴിക്കാൻ പറ്റുകയില്ല. വലിയ വയറും ഒക്കെ വെച്ചോണ്ട് ഓടാൻ പറ്റുമോ? അവർക്ക് പലരും കഴിക്കുന്ന ആഹാരം കഴിക്കാൻ പറ്റുകയില്ല. ഓട്ടക്കാരുടെയും അത്ലറ്റിൻ്റെയും കാര്യം പറയുന്നേ. എല്ലാവരുടെയും ഫുഡ് അവർക്ക് കഴിക്കാൻ പറ്റുകയില്ല. എല്ലാവരും പോലെ അവർക്ക് ചെയ്യാൻ പറ്റുകയില്ല. അവർക്ക് ഒത്തിരി കാര്യങ്ങൾ വർജിക്കേണ്ടി വരും. ഒത്തിരി കാര്യങ്ങൾ അവർക്ക് ഉപേക്ഷിക്കേണ്ടി വരും. ചേർന്ന് രാമീൻ പറഞ്ഞേ. നമ്മൾ ചിലരെ നോക്കിയേച്ച് പറഞ്ഞില്ലേ, പുള്ളിക്ക് എന്നാ മസിലാണ്, പുള്ളിക്ക് എന്തോ മസിലാണ്. പുള്ളിക്കുള്ള എല്ലാ മസിലും നിനക്കും ഉണ്ട്. ഒരു നേരത്തിന് 4 നേരം ചോറും ഉണ്ട്. പിന്നെ രാത്രി 2 പൊറോട്ടയോടെ കഴിച്ച് നീ കിടന്നുറങ്ങിയപ്പോൾ ഈ പുള്ളി അതെല്ലാം മാറ്റി വെച്ചേച്ചും എടുത്താൽ പൊങ്ങാത്ത വെയിറ്റൊക്കെ എടുത്ത് പൊക്കി രാവിലെ എഴുന്നേറ്റ് ഓടാനും പോയി എക്സസൈസും ചെയ്ത് ആ മസിൽ ഡെവലപ്പ് ചെയ്ത നിങ്ങൾക്കുള്ള എല്ലാ മസിലും പുള്ളിക്കുമുണ്ട്, പുള്ളിക്കുള്ള എല്ലാ മസിലും നിങ്ങൾക്കുമുണ്ട്. പക്ഷേ പുള്ളി ചിലതിൽ വർജനം ആചരിച്ച് മാറ്റേണ്ടത് മാറ്റി ചെയ്യേണ്ടത് ചെയ്തു. അപ്പോഴാ പുള്ളി ശക്തമായത്. എല്ലാം പിടി കിട്ടിയോ? ആരും മിണ്ടുന്നില്ല.
അപ്പോൾ അംഗം പൊരുതുന്നവനൊക്കെ സകലത്തിലും വർജനം ആചരിക്കണം. ഒരു ഓട്ടക്കാരൻ ഈ സാധാരണ ട്രാക്കിൽ വാടുന്ന കിരീടത്തിന് വേണ്ടി ഓടുന്നവൻ ഒലിവിൻ്റെ ഇല കൊണ്ട്, ഗ്രീസിൽ ഓടുമ്പോൾ ഒലിവിൻ്റെ ഇല കൊണ്ട് ഒരു കിരീടം പോലെ ഉണ്ടാക്കി ആ ഒലിവിൻ്റെ കിരീടം അവൻ്റെ ശിരസിൽ വെക്കും. ആ വാടിപ്പോകുന്ന ഇലയുടെ കിരീടത്തിന് വേണ്ടി ഓടുന്നവൻ ഇത്രയും കാര്യങ്ങളിൽ വർജനം ആചരിക്കുന്നെങ്കിൽ വാടാത്ത കിരീടം പ്രാപിക്കുവാൻ ഇത് മനസ്സിലാകുന്നില്ലല്ലേ? നിന്റെ ശിരസിലോട്ട് വെക്കാൻ പോകുന്നത് വാടാത്ത കിരീട. ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ വിടേണ്ടി വരും, ഉപേക്ഷിക്കേണ്ടി വരും, മാറ്റി നിർത്തേണ്ടി വരും. ചേർന്നൊരു ഹല്ലേലൂയ പറ. Hallelujah. ആമേൻ. 26-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നു, ആകയാൽ ഞാൻ നിശ്ചയമില്ലാതെ വണ്ണമല്ല ഓടുന്നത്, എൻ്റെ ഓട്ടത്തിനൊരു ലക്ഷ്യമുണ്ട്. ഞാൻ നിശ്ചയമില്ലാതെ വണ്ണമല്ല പ്രിയപ്പെട്ടവരെ ഓടുന്നത്. ആകാശത്തെ കുത്തുന്നത് പോലെ ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നു. എൻ്റെ ഓട്ടത്തിൽ ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുക. ഇതൊക്കെ നിങ്ങളോട് എങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകും? ഈ പൗലോസ് പറയുന്ന സംഭവങ്ങളൊക്കെ ഒരു പരിധി വരെ എനിക്ക് പിടികിട്ടുന്നുണ്ട്. ഒരു ശുശ്രൂഷയിൽ നിൽക്കുന്ന, അഭിഷേകത്തിൻ്റെ ശുശ്രൂഷയിൽ നിൽക്കുന്ന ഒരു ശുശ്രൂഷകന്, ഒരു ആത്മീയനുണ്ടാകുന്ന യുദ്ധം. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പൗലോസ് പറഞ്ഞു കേട്ടോ, മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ഞാൻ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു. താങ്ക് യു ലോർഡ് ജീസസ്. കാരണം ഞാൻ പ്രസംഗിക്കുന്നതും ഞാൻ ശുശ്രൂഷിക്കുന്നതും ഞാൻ ഓടുന്നതും വാടുന്ന കിരീടത്തിന് വേണ്ടിയല്ല, വാടാത്ത ഒന്നിനു വേണ്ടിയിട്ടാണ്. ഇത് വീണ്ടും പറയുന്നു, ഇതെങ്ങനെയും ഓടി തീർക്കാൻ പറ്റുകയില്ല, ഇതെങ്ങനെയും അവസാനിപ്പിക്കാൻ പറ്റുകയില്ല. ഇന്ന് ഒരു തീരുമാനം എടുക്കുകയാണ്, ഈ ഓട്ടം ഞാൻ സ്ഥിരതയോടെ ഓടും. കൈകൾ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ, ഈ ഓട്ടം ഞാൻ സ്ഥിരതയോടെ ഓടും. അവൻ അപമാനത്തെ അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. ഇതിൽ അപമാനം ഉണ്ടാകും. ഈ ട്രാക്കിലൂടെ ഓടുമ്പോൾ നിങ്ങളെ എൻകറേജ് ചെയ്യുന്നവരുണ്ടാകും, നിങ്ങളെ ഡിസ്കറേജ് ചെയ്യുന്നവരുണ്ടാകും. ഭാരതത്തിന് വേണ്ടി ആ വനിത ഓടുമ്പോൾ, ആ പുരുഷൻ ഓടുമ്പോൾ ഭാരതീയർ കൈകൊട്ടും, അയൽ രാജ്യങ്ങൾ കൂവും. പക്ഷേ ഓടുന്നവൻ കൈകൊട്ടുന്നവനെ നോക്കുന്നില്ല, കൂവുന്നവനെ നോക്കുന്നില്ല. അവന്റെ ലക്ഷ്യം ഫിനിഷിംഗ് പോയിന്റ് ആണ്. മനസാക്ഷിയോട് ചോദിച്ചേ, ഇവിടെ ഇരുന്നോണ്ട് ചോദിച്ചേ, ഞാൻ എത്തേണ്ടടുത്ത് എത്തുവോ? ഞാൻ എത്തേണ്ടടുത്ത് എത്തുവോ? എനിക്ക് വലിയ ശുശ്രൂഷയുണ്ട്, പ്രവചനമുണ്ട്, കൃപാവരമുണ്ട്, എല്ലാം ശരിയാ. പക്ഷേ ഞാൻ എത്തേണ്ടടുത്ത് എത്തുമോ? എൻ്റെ ഓട്ടം കൃത്യമാണോ? എൻ്റെ ഓട്ടം ലക്ഷ്യത്തിലേക്കാണോ? എൻ്റെ ഓട്ടം വ്യക്തതയുള്ളതാണോ? സുതാര്യമാണോ? മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊളരുതാത്തവനായി പോകാതിരിക്കാൻ എന്തെല്ലാം വർജനങ്ങൾ ആചരിക്കേണ്ടി വരും, എന്തിലെല്ലാം ജീവിതത്തിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. പാപത്തോടല്ല, പാപത്തോടല്ല. ജീവിതത്തിൽ വന്ന് വീഴുന്ന എത്രയോ സൗഭാഗ്യങ്ങളെ വേണ്ടെന്ന് വെക്കേണ്ടി വരും. പലരും കണ്ണു മിഴിച്ച് തുറന്ന് കണ്ട് ആസ്വദിക്കേണ്ടടുത്ത് ഒരു പക്ഷെ നിനക്ക് കണ്ണടക്കേണ്ടി വരും. പലരും മേടിച്ച് ആസ്വദിച്ച് അതിനകത്ത് മതി മറക്കുന്നിടത്ത് നിനക്ക് മാറി നിൽക്കേണ്ടി വരും. പക്ഷെ ഒറ്റയ്ക്ക് നിന്നാലും ഈ ഊർജ്ജശ്വാസം തൊണ്ടക്കുഴിന്ന് പോകുന്നത് വരെ കർത്താവിന് വേണ്ടി നീ നിന്നാൽ എത്ര പേർ കേട്ടെടുക്കാൻ കഴിയും? ജീസസ്, ജീസസ്. നിങ്ങളും, പൗലോസ് പറയുകയാണ്, ഈ ഓട്ടത്തിൽ ഓടുന്നവരെല്ലാവരും ഒരുത്തനെ ബിരുദ പ്രാപിക്കുന്നുള്ളൂ. നിങ്ങളും പ്രാപിക്കാൻ തക്കവണ്ണം ഓടുവീൻ. നിങ്ങളും പ്രാപിക്കാൻ തക്കവണ്ണം ഓടുവീൻ. കണ്ണുകളടയ്ക്കാം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമാകുന്ന യേശുവിനെ നോക്കി എൻ്റെ ഓട്ടം സ്ഥിരതയോടെ ഓടുകയാണ്. ക്രൂശിനെ അവൻ സഹിച്ചു, അപമാനത്തെ അവൻ അലക്ഷ്യം. ഇത് നോക്കി, എന്നെ ഒന്ന് നോക്കി. ഈ അപമാനവും അപവാദവും ഒന്നും മൈൻഡ് ചെയ്യരുത്. നല്ല വിമർശനങ്ങളെ സ്നേഹത്തോടൊരു വ്യക്തി പറയുമ്പോൾ, ഇപ്പോൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടോ?
റിജോയ്സ് ആറ് എൻ്റെ ഒരു കുറവ് കണ്ടെന്നിരിക്കട്ടെ. ഈ മനുഷ്യന് വലിയ ആഗ്രഹമുണ്ട്, ഞാൻ നന്നായി പോണമെന്ന്. ഈ മനുഷ്യന് വലിയ ആഗ്രഹമുണ്ട്, ഞാൻ എങ്ങും ആരും എന്നെ ഒന്നും പറയരുതെന്ന്. ഒരു ചെറിയ കാര്യത്തിൽ പോലും ടിനു പാസ്റ്ററെ ആരും എതിർക്കരുത് എന്ന് ഈ മനുഷ്യൻ എന്നെ സ്നേഹിക്കുന്ന ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ എന്നോട് അദ്ദേഹം വളരെ രഹസ്യമായി പറയും, പാസ്റ്ററെ ഇങ്ങനൊരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചോണേ. അല്ലെങ്കിൽ എൻ്റെ മീതെയുള്ള ദൈവദാസനെ അറിയിക്കും. കാരണം അദ്ദേഹത്തിന് എന്നെ തിരുത്താനുള്ള അധികാരമുണ്ട്. എല്ലാവർക്കും ഇല്ല, അദ്ദേഹത്തിന് അധികാരമുണ്ട്. എൻ്റെ മാതാപിതാക്കൾക്ക് അധികാരമുണ്ട്, എൻ്റെ മീതെയുള്ള ദൈവദാസന് അധികാരമുണ്ട്. അല്ലെ എൻ്റെ ദൈവവൃത്തിനോട് പറയും, പാസ്റ്ററോട് അതൊന്ന് പറഞ്ഞു കൊടുത്തേക്കണേ. അത് സ്നേഹത്തിൻ്റെ തിരുത്തലുകളാണ്. ഞാൻ 2 കൈയും നീട്ടി സ്വീകരിക്കും ഈ കുഞ്ഞ് പറഞ്ഞാലും. എന്നാൽ മറ്റു ചിലർ അത് മറ്റു പലരോടും വിളിച്ചു പറയുകയും അത് സോഷ്യൽ മീഡിയകളിലൊക്കെ പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതൊരിക്കലും ആ വ്യക്തിയെ തിരുത്താനല്ല, ആ വ്യക്തി അതിൽ കറക്റ്റഡ് ആകാനല്ല, മനഃപൂർവമായി അപമാനിക്കാൻ വേണ്ടി തന്നെയാണ്. ഇവിടെ യേശു അപമാനത്തെ അലക്ഷ്യമാക്കി എന്ന് പറഞ്ഞാൽ എന്താ? തൻ്റെ മുമ്പിൽ വന്ന സകല ഗോസിപ്പുകളും സകല അപവാദവും അപമാനവും മൈൻഡ് പോലും ചെയ്തില്ല. പക്ഷെ ക്രൂശിനെ സഹിച്ചു. പിതാവ് തൻ്റെ മുമ്പിൽ വെച്ചതിനെ അവൻ സഹിച്ചു. അതിനവൻ ബൈപ്പാസ് എടുത്തില്ല, കുറുക്ക് വഴി എടുത്തില്ല, ഏൽപ്പിച്ചു കൊടുത്തു. അനുസരണമുള്ളവനായി. പ്രിയപ്പെട്ടവരെ, ഈ പുത്രനെ പോലെ നിങ്ങളും പ്രാപിക്കാൻ തക്കവണ്ണം ഓടുവീൻ.